ഫുൾ സ്ക്രീൻ ആക്കി ജോക്കി ഒരു മിനിറ്റ് ജോക്കി. കളിച്ചോ. ഇതെന്തോ ഇത് എന്തോ ചെയ്യണ്ടേ? കീബോർഡ് മൂവി. കൊണ്ടുപോയോ? ഫസ്റ്റ് ലെവലായി. ഇതാണ് വലിയ കാര്യം. ട്രൈ ഒരു ഗെയിം ആണോ? അതിനകത്ത് വീണാലും ചത്തു ഇല്ല, അതിനകത്ത് കുഴി വീഴരുത്, അത്രേ ഉള്ളൂ. ജോക്കി അതിന്റെ മണ്ട കേറിയാലും ചത്ത് ജോക്കി. നിനക്ക് എന്തൊരു റിഫ്ലക്സ് ഇല്ലാത്ത ഈകളെ. ഇതെന്താണോ റിഫ്ലക്സ് ഇല്ലാണ്ട് കളിക്കുന്നത്? ആണോ? ഞാനൊക്കെ കാണിച്ചു തരായിരുന്നു. സിമ്പിൾ. ചാട്. ഇതൊന്ന് കളിച്ചു നോക്കി ജോക്കി. ഇതൊന്ന് കളിച്ചു നോക്കി. എടാ ഞാൻ നിങ്ങൾക്ക് കാര്യം പറയട്ടെ, ലിങ്ക് ഒന്ന് വെച്ചേ. ഇത് സ്ക്രീൻ അതിനനുസരിച്ച് മൂവ് ആവും. കണ്ണാപ്പി കേറിട്ട് ലൈവ് ഇട്ടടാ. അവനെ കണ്ടറിയാത്. എടാ ഈ ട്രോളാണ്, നമ്മൾ വിചാരിക്കും പോലെ പോകത്തില്ല ഗെയിം. ഗെയിമിന് ഇഷ്ടത്തിന് പോകും. ഇങ്ങോട്ടാ. നെക്സ്റ്റ് ലെവൽ. ഓ ഇത്ര ഉള്ള ഒരു ലെവല് കേറണം നീ. ഓ ഞാൻ വിചാരിച്ചു എന്നത് കയറിയാലും ചാവുന്നു. ഓ അത് പറ. ഇപ്പൊ തീർത്ത് തരാം. എന്താ നീ വിചാരിക്കുന്ന പോലെ പോകത്തില്ല. ഉണ്ടോ? നോക്കണേ. ഞാൻ 6ാമത്തെ ലെവലായേ. ഒന്നും നടക്കത്തില്ല, തോന്നുന്ന കണക്ക് പോകും. ഇങ്ങനെ തള്ളുന്നുണ്ട്. ഞാൻ സ്ട്രീം ഇട്ട് കാണിച്ചു തരാം. സിമ്പിൾ ഗെയിമിനൊക്കെ ഇത്ര നിക്ക് പോലെ. ഇനി പോക്കോ. രണ്ടാമത്തെ വീട്ടിൽ കയറിയേ. ഞാൻ 5 വീട്ടിൽ കയറി നോക്കി ഇപ്പൊ ഇവിടെ. പിന്നെ അതല്ല, ഞാൻ മറ്റേ ലെവല് മാറുന്നൊരു സാധനമുണ്ട്. ഇനി അടുത്ത ലെവലിലോട്ട് പോകുന്നത്. ക്ലിക്ക് ചെയ്ത് അടുത്ത സ്റ്റേജ്. അത് എളുപ്പ കളിച്ചോ. ഞാൻ തീർത്തു കേട്ടോ. നിന്ന് അവിടെ ഇരുന്ന് പലതും ഇറക്കിയും പൊട്ടിക്കും നീ. ഞാൻ കാണിച്ചു തരാമല്ലോ. എടാ ഇതൊന്നും വലിയ പാടുള്ള പരിപാടി ഒന്നും സ്ക്രീൻ നോക്ക്. ഒന്നും ഒരു സീനും ഉള്ള കാര്യമല്ല. ഈകൾ എത്രാമത്തെ ലെവലടാ? സെക്കൻഡ് സ്റ്റേജ്. അത് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. തന്നെ എനിക്കിത് ശരത്തേട്ടനെ കൊണ്ട് കളിപ്പിക്കണമെന്നായിരുന്നു ആഗ്രഹം. എടാ ഇത് കളിച്ച് തീരാറായി ഞാൻ. ഫൈനലി ഇത് വഴി ലെഫ്റ്റില് ഇടിക്കുന്നടാ. എടാ ഇവിടുന്ന് വന്ന് പൊട്ടിക്കാൻ തുടങ്ങി കേട്ടോ അവിടെ. ഇത് പറ്റൂല. ഞാൻ ഐഡിയ കളിക്കാം. അത് ചോദിക്കണേ. സൂപ്പർ സിമ്പിൾ ഗെയിം. എന്തൊക്കെയായിരുന്നു സിമ്പിൾ ഗെയിം. ഇപ്പൊ ഇത് എന്ത് ചെയ്യാൻ പറ്റും? എടാ ഞാൻ തീരാറായി കേട്ടോ. രണ്ടാമത്തെ സാധനം, രണ്ടാമത്തെ വീട്. അല്ല പിന്നെ ദേഷ്യം. ഇതെന്താ? ഇതൊന്നും ഇല്ലല്ലോ. അതെന്തെളുപ്പം. ഈസി. ഇത് തന്നെ തിരിച്ചൊരു ഓട്ടോ ഓടിയും. ആ കുഴി പോയി ഇരിക്കണായിരിക്കും കേട്ടോ. ഈസി കാര്യം ഉണ്ടാ. നീ അവിടെ തന്നെ ഇല്ലേ? ഞാനും അവിടെ തന്നെ. ഇത്ര ഇവിടെ എത്തിയാ തേർഡ് സ്റ്റേജിലായി. തള്ളിയിട്ട് കൊണ്ടുപോയി മതിലെ തട്ടിക്കൊണ്ടിട്ട്. ഞാനും തേർഡ് സ്റ്റേജ് ആയി. എന്നല്ല എന്റെ കളി. എന്റെ കളിപ്പുള്ളയാണല്ല ഞാൻ. പിള്ളേർക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കണ കളി അതൊക്കെ. നമ്മളെ പ്രൊഫഷണൽ ഗെയിമേഴ്സ്
അവിടെ പിടിച്ചൊക്കെ കേറാൻ നോക്കി കേട്ടോ. അത്രേ ഉള്ളു, ചാടിക്കോ. ആ ചാടി ചാടി ചാടി. ഓക്കെ, കസാൻ പോലും ഇത്രയും പാടില്ലായിരുന്നു. എടാ അവൻ എന്താടാ അപ്പുറത്ത് പോവാത്തേ? മോളിൽ ചാടി ചാടി ചാടി. അങ്ങനല്ല, അതിന്റെ മണ്ടയ്ക്ക് ചാടിയിട്ട് അങ്ങനല്ല പറയട്ടെ. എടാ അവൻ നമ്മുടെ ചന്തി വന്നൊരു പുഷ് തരുമല്ലോ, ആ പുഷിന്റെ ഫോഴ്സിൽ നമ്മൾ അപ്പുറത്തോട്ട് പോണം, മനസ്സിലായ? അങ്ങനെയാ മേ ബി ആ സാധനം പൊങ്ങുമ്പോ അതിന്റെ മണ്ടയ്ക്ക് കയറിയിട്ടാണ് കിടന്നത്. സൂപ്പർ. അങ്ങനെ ഒരു വഴിയില്ല. ബണ്ണി ഹോപ്പൊന്നും ഇല്ല. നീ വിചാരിക്കും പോലെ പോത്തില്ല ഗെയിം. ചേട്ടാ എനിക്കൊന്ന് അതിന്റെ മണ്ടയ്ക്ക് ചാടിക്കരുത്, എന്നിട്ട് അതിൽ ആ പൊങ്ങത്തില്ല, അതിന്റെ മണ്ടയ്ക്ക് കയറി. ആ അങ്ങനെ വല്ലതും കയറി. കഴിഞ്ഞാട്ടോ ഈ ലെവലൊക്കെ, ഈസി ലെവലൊക്കെ. എടാ ഇത് എന്ത് എളുപ്പമുള്ള ഗെയിമാടാ ഇങ്ങളെ. എടാ ഇടിച്ചിട്ടടാ. സിമ്പിൾ. അല്ല പിന്നെ നിന്ന് പോണോടാ. സിമ്പിൾ സിമ്പിൾ. അവിടെ വെച്ച് തട്ടിയിടാൻ നോക്കിയുണ്ടോ? കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് സ്റ്റേബിൾ ആവട്ടെ, എന്നിട്ട് ഞാൻ വരാം. ചതിച്ചതാ. ഇതെങ്ങനെയാടാ ഈ ലെവലിൽ കയറി? എന്റെ നോക്കിയടാ, ചാടണ്ടേട്ടാ, അവിടെ തന്നെ നിന്നാ കണ്ടാ, അത് കുറച്ച് സ്ഥലമില്ലേ ഈ സ്ഥലത്ത് നിൽക്കാൻ, ഈ റൈറ്റ് സൈഡിൽ തന്നെ സ്ഥലം കണ്ടാ. ആ ഇവിടെ ചാടുന്നതിന് മുമ്പ് അവിടെ നിന്നാ അതിന്റെ മുകളിൽ കൂടെ എന്തൊരു ബുദ്ധിയാടാ. അതിന്റെ മുകളിലത്തെ ഡോട്ടിലിട്ട് ടച്ച് ചെയ്തേ. അപ്പൊ എനിക്കറിയത്തില്ല, നോക്കണം. ഒരു ബോൾ എടുത്തില്ല. ചേട്ടാ ഞാനൊരു കാര്യം പറയാം, തിരിച്ചു നടന്നേ. ഇല്ല അതുമില്ല. ചേട്ടന്റെ മുകളിലത്തെ എടുക്കാൻ പാടില്ല. അപ്പൊ മുകളിലത്തെ എടുക്കാൻ പാടില്ലെന്ന്. നേരെ ഓടിയ നേരെ ഓടിയ. ഇനി ഈകളെ നോക്കട്ടെ, ഇവിടെ എന്തായി? തീർന്നില്ലേ ഇത്? ഓ ഓക്കെ, രണ്ടെണ്ണം തൊട്ടാ പൊടിയുന്നതാ. അപ്പൊ ഞാനാണല്ലേ ഈ കൂടെ ഏറ്റവും മുമ്പത്ത്. ഞാനാ ഏറ്റവും മുമ്പ്. അല്ലല്ല, ഞാൻ ശരത്തേനെ മുമ്പത്ത് ഞാനാ. നേരത്തെ നമ്മൾ നോക്കിയില്ല, അത് തന്നെ. അല്ലല്ല, അതൊക്കെ കഴിഞ്ഞ ചേട്ടാ എടുക്കണ്ട, മേളത്തെ എടുത്ത് തീറും. നേരെ നടന്നങ്ങ് പോയാ മതി. ഈകളെ വെള്ളത്തെ എടുക്കാൻ പാടില്ല, നിന്നെ പറ്റിക്കാൻ വെച്ചേക്കും അത്. അതാ പോയിട്ട് വന്ന് വീണ്ടും എടുത്തത്, മനസ്സിലായ? ഓക്കെ, സൂപ്പർ. ഇൻവിസിബിൾ ഇൻവിസിബിൾ. എടാ എങ്ങനെയാണ് ആ ഗ്യാപ്പിൽ കൂടെ കറക്റ്റ് ആയിട്ട് താഴോട്ട് പോയത്? അവിടെ എത്തുമ്പോ തന്നെ. അല്ലല്ല, ഇത് മൂന്നിൽ തൊടണം, മൂന്നിൽ തൊട്ടാലേ ഇത് കയറാം. ആണോ? രണ്ടെണ്ണത്തിൽ തൊടുന്നതിന് മുമ്പ് താഴെ വീഴുമല്ലേ? അല്ല, മൂന്നിൽ തൊടണം, മൂന്നിൽ തൊടണം. നീ അവിടെ നിന്നേ, രണ്ടാമത്തിൽ നിന്നിട്ട് ചാട്. ഇന്നലെ തന്നില്ലല്ലോ. നിന്നോ? ആ അടുത്തേലും നിക്ക്, ഇനി ചാട്. അത് നീങ്ങിപ്പോയടാ പോലെയാടി, അത് നീങ്ങിപ്പോയത്. ഇഷ്ടപ്പെട്ടിട്ടില്ല. ഫാസ്റ്റ് ചെയ്താലും എന്തേലും ഗുണമുള്ള? ഓടി ഒന്ന് ജമ്പ് ചെയ്ത, ഓടി ഒന്ന് ജമ്പ് ചെയ്ത. ഇതേ നടക്കുന്നു. എടാ എനിക്കിപ്പോ കാര്യം മനസ്സിലായി, എങ്ങനെയാന്ന് പറയട്ടെ. നിങ്ങളെ കാര്യം ശ്രദ്ധിച്ചോ, നിങ്ങൾ ആരും ശ്രദ്ധിക്കാത്ത കാര്യം. നമുക്ക് ഒരു വട്ടം ചാടി ഇവിടെ നിക്കാം, എന്നിട്ട് ഇത് ഇങ്ങനെ നീങ്ങാം. അടുത്തേലെ ചാടി ഞാൻ ഇങ്ങനെ നീങ്ങി, ഇനി ഒരു വട്ടം നീങ്ങ. വേണ്ട, ഒരു വട്ടം നീങ്ങായിരുന്നു. ഞാൻ രണ്ടെണ്ണമായിപ്പോയി. ഒരു വട്ടം നീങ്ങായിരുന്നു, മനസ്സിലായ?
ഒന്ന് ഞാൻ പറയാം. അവിടെ നിന്ന് ചാടുന്ന പോലെ ആക്കിയിട്ട് തിരിച്ചു വാ. ചാടിയിട്ട് തിരിച്ചു വാ. ചാടിയിട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് വാ. റൈറ്റിലോട്ട് ചാടിയിട്ട് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു. ബീറ്റ് ആ ട്രാപ്പ് ബീറ്റ് താഴോട്ട് പോകാനല്ല. റൈറ്റ് സൈഡിലോട്ട് ചാടിയിട്ട് ലെഫ്റ്റിലോട്ട് ചെയ്യണം. അതെ, അപ്പോഴേക്കും അത് നീ മൂവ് ആവും. മനസ്സിലായോ? മറ്റേ ട്രാപ്പ് ബെയിറ്റ് ആക്കിക്കോട്. അത് ബേച്ചൊക്കെ ചാടി തിരിച്ചു. ഒരു വട്ടം ആക്ക്. മിഡ് വരെ തന്നെ ചാടാൻ പറ്റൂല ഇതില്. ഇല്ലേ? അങ്ങനെ നിങ്ങൾ വിചാരിക്കുമ്പോൾ ചാടാൻ പറ്റൂല. ഇത് ഭയങ്കര ഇതിനൊരു എല്ലാത്തൊരു സൗണ്ട്. ഇതിന്റെ സൗണ്ട് ബെയിറ്റിംഗ് ആണ് നമുക്ക്. വന്നില്ലേ അത് പറ്റും. അതെല്ലാ ഗെയിമിലും പറ്റും. ഓക്കെ. ഇല്ല ഇത് തീർത്ത് എനിക്ക് ഗെയിം തീർക്കണം. ഹൈ അടുത്തുണ്ടായിരുന്ന അടി കിട്ടുമായിരുന്നു. എടാ അങ്ങോട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയട, ഈ നാട്ടുകാർ കാണുന്ന 5090 ഒക്കെ എടുത്തു വെച്ചിട്ടേ ഞാൻ സ്ട്രീം ചെയ്യുന്നത് ഇതൊക്കെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയ 5090 ഒക്കെ 2 MB ഗെയിം ഡൗൺലോഡ് ചെയ്യണ്ടല്ലോ. ഹൈ ഗ്രാഫിക്സ് ഇട്ടാ കളിക്കുന്നത്. എല്ലാരും കാണണം. ഫുൾ ഗ്രാഫിക്സ് ആണ്. ഫുൾ ഗ്രാഫിക്സ് ആ. എടാ ഞാൻ എന്തായാലും എന്റെ അത്ര എത്തിക്കാണല്ലോ ശരത്തേട്ടാ. നേരത്തെ കളിച്ചോണ്ടിരിക്കുന്നു. ഞാൻ ഒന്നര ഇല്ല ശരത്തരം കഴിഞ്ഞാൽ 3, 4, 5, 6ാമത്തെ ഇത് ഒരുമാതിരി കുണ്ണ ഗെയിമാണടാ ഇത്. ഓ മനസ്സിലായി. ഓക്കെ, ഈകളെ അതിൽ തുടരുത്. ഒന്നും തൊടണ്ട നമുക്ക് വെറുതെ. ഒന്നും തൊടല്ല അണ്ണ. ലാസ്റ്റ് പെട്ടെന്ന് അണ്ണ ലാസ്റ്റ് ഓടിക്കാറണം. കണ്ണാപ്പി പറഞ്ഞു കൊടുക്കണ്ട. കളിക്കട്ടെ. ചാടണം തോന്നുന്നു അല്ലേ? ചാടണം തോന്നുന്നു. കൊച്ചു പിള്ളേരുടെ ഗെയിം അവിടുന്നല്ല. കൊച്ചു പിള്ളേരുടെ ഗെയിം. ആരാത് പറഞ്ഞേ ടൈം കൂടി സെറ്റ്. അവൻ പറഞ്ഞു ഓടിക്കറണമെന്നല്ലേ ഞാൻ പറഞ്ഞ കള്ള. അതിനകത്ത് ചന്തിക്ക് ഇടിച്ചിട്ടാ ചന്തി അടിച്ച് ഫ്രണ്ടിലാക്കിന്ന്. അവിടെ ഒരു ബ്രേക്ക്. അതിൽ തുറക്കാൻ പാടില്ല. അവിടെ ഒരു ബ്രേക്ക് വേണമായിരുന്നു അളിയാന്ന്. മൂവി എന്നെ കൊന്നടാ. ലാസ്റ്റ് ചാടണ്ട. അവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാ, ജോക്ക് വീസി അടിച്ചു പൊട്ടിച്ചത് വഴി പോയി. അടിച്ചു പൊട്ടി സൗണ്ട്. ഞാനിത് തീർത്തിട്ടേന്ന് വരുന്നുള്ളൂ. ലെവൽ 2 ലെവൽ 2 ഉണ്ട് കേട്ടോ. വഴി കാണിക്കുന്ന പോലെ കുറെ നേരെ കയറിയ പോരെ. ഇതൊന്ന് ചാടറാ കൊച്ചു പൂച്ചാണ്ടി. അവിടെ നിന്ന് കീബോർഡൊക്കെ പൊട്ടി പോയി. സൂക്ഷിച്ച് ചാടണം. എന്തോ ഒരു ട്രാപ്പ്. ഒന്നുമില്ല ധൈര്യമായിട്ടാണ് ചാടിക്കുക. ചുമ്മാ പലതും നമ്മളെ പറ്റിച്ച് വീണ്ടും. ഇതാദ്യം കാണാം. എന്തേലും കാണാം. പിയാടി മനസ്സിലായി. അവിടെ വെളിയൊക്കെ കേട്ടു തുടങ്ങിട്ട. ഒന്നുമില്ല ധൈര്യമായിട്ട് ജമ്പില്ല. ഈ സാധനം പൊങ്ങുവാണ്. മനസ്സിലായ ഐഡിയ ഞാൻ തന്നെ വേണം. ഐഡിയ പറയായിരിക്കും. ഞാൻ കളിച്ചോളാം. കളിക്കട്ടാ. ഇതെന്താ അടിയില് റബ്ബർ ബുഷ് വെച്ചാ? സൂപ്പർമാന്റെ ഷഡ്ഡിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ. ബ്രോ ഫുൾ ഗ്രാഫിക്സിൽ എനിക്ക് ആവറേജ് ഇപ്പൊ ഒരു 1300 FPS കണ്ട. സിമ്പിൾ. എടാ ഞാൻ ഒരു പറയാം,
ഞാൻ പണ്ട് എന്റെ ബുദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് കൊതുകിന് വരെ ഷെഡ് ഇടിക്കാൻ പറ്റും. ഞാൻ പണ്ടൊരു കൊതുകിനെ ഷെഡ് ഇടിപ്പിച്ചിട്ട് അതിന് പിന്നെ ടോയ്ലറ്റിലൊന്നും പോകാൻ പറ്റാതെ അത് മരിച്ചു പോവായിരുന്നു. പക്ഷെ നമ്മൾ ബുദ്ധി ഉപയോഗിച്ചാൽ കൊതുകിനെ വരെ ഷെഡ് ഇടിക്കാം. വിളിക്കുന്നുണ്ടോ? ഓ വിളിക്കാം. വിളിക്കണേ. പിന്നെ കീബോർഡ് അതെന്താ തന്നെ ചാടിയത്? പുതിയ കീബോർഡ് മേടിച്ചിട്ട് വരാം. വിളിക്കണേ. പുതിയ കീബോർഡ് മേടിച്ചിട്ടാ കേട്ടോ വിളിക്കണേ. കേട്ടോനാ നമ്മള് സ്പേസിൽ നിന്ന് വിട്ട അപ്പൊ പോവുത് കണ്ട. ഇത് കണ്ട ജോക്കി ഒരു മിനിറ്റ് സ്പേസിൽ നിന്ന് വിടാൻ പറ്റൂല കണ്ട. തിരിച്ചു ചാട്. ലെഫ്റ്റിലോട്ട് എന്നിട്ട് വീണ്ടും പോ. എന്നിട്ട് അടുത്തതിനകത്ത് സെയിം റിപ്പീറ്റ്. എന്നിട്ട് തിരിച്ചു ചാട്. എന്നിട്ട് സെയിം റിപ്പീറ്റ്. അങ്ങനെ പോയില്ലേ ലെഫ്റ്റ് വെക്കാൻ റൈറ്റിലോട്ട് പോകും. വിളിക്കണാ? വിളിക്കാം. സിമ്പിൾ. ആദ്യം മനസ്സിലായി ഡീകോഡ് ഇട്ടെ. ആദ്യത്തെ ലെഫ്റ്റിലത്തെ പൊളിഞ്ഞു പോകും, രണ്ടാമത് റൈറ്റിലത്തെ പൊളിഞ്ഞു പോകും. ഓക്കെ സെന്ററിലേക്കണം. പൊളിയേണ്ട ആവശ്യമൊന്നുമില്ല. എന്തൊക്കെ പ്ലാൻ ചെയ്ത് പോയെന്നറിയാവോ? അത്രേ ഉള്ളൂ. ഈസി. ഇത് എനിക്ക് ഡീകോഡ് 2 സെക്കൻഡ് വേണേ. അതെ എന്തേലും പൊളിയാനുണ്ടല്ലോ ഇല്ലേ? ഇല്ല ഇതൊന്നും പൊളിയാനില്ല. ചിലടത്തെ ചിലടത്ത് കൺഫ്യൂസ് ചെയ്യാൻ നമ്മളെ വെച്ചിരിക്കുക. എന്തോ പോകാനുണ്ടോ ഇവിടെ? ഞാനായിരുന്നു പോവാനുള്ളത്. അല്ല അതിന്റെ കൂടെ പ്ലാറ്റ്ഫോം പോയായിരുന്നു. പോയിരുന്നു. അപ്പൊ അതിന് മുമ്പ് ചാടിക്കണം. എന്തൊരു സാധനോടാ. ഞാനൊരു കാര്യം പറയാം. നിങ്ങളിത് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യല്ലേ. നാളെ മറ്റേ ധോണി ക്യാൻഡി ക്രഷ് കളിച്ചപ്പോ ഡൗൺലോഡ്സ് കൂടിയതുപോലെ എനിക്ക് അങ്ങനെ പെട്ടെന്ന് ക്യാഷ് ചെയ്യാനാ വയ്യ. അവര് ഡയറക്ടറിനെ കോൺടാക്ട് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അഹങ്കാരമായി പോവേ. പൈസ കൊടുക്കണം. ആണല്ലേ, അപ്പൊ ഒരു പട്ടി മേടിക്കത്തില്ല. അത് അല്ലല്ല അത് ഇപ്പൊ സ്ക്രീനിൽ കാണിച്ച പോർഷൻ ഇല്ലേ, അത് പോയി. നമ്മളത് ഊഹത്തിൽ ചാടണം കണ്ട. പ്ലാനൊക്കെ ഉണ്ട്, പക്ഷെ ചാടുമ്പോ താഴെ വീഴും. ഇവൻ ഒരു തന്തയില്ലാത്തവനാണ്. എന്തിനാണ് ഇങ്ങനെ പറ്റിക്കുക ആൾക്കാരെ? അഞ്ചാമത്തെ വെയിറ്റ് എടാ മിണ്ടാ കളിക്കടാ. സിമ്പിൾ ഗെയിം ആണ്. അപ്പൊ അതിന്ന് തിരിച്ച് ഇതീ ചാടിയിട്ട് മുകളിലോട്ട് ചാടണമല്ലേ? മുകളിലോട്ട് ചാടണം. ഇങ്ങനെ ആലോചിച്ചു വന്നു. തിരിച്ച് ചാടാൻ സമ്മതിക്കുന്നില്ല. അതിൽ നിന്നാ മതി. സത്യം ഞാൻ എന്തിനാ മറ്റേ ചാടുന്നല്ലേ? ഞാനത് പറഞ്ഞപ്പോ പോലും നിങ്ങൾക്ക് എന്നെ ഒന്ന് തിരുത്തിക്കൂടായിരുന്നോ? അത് മാത്രം മുകളിലായിരുന്നടാ. എന്തൊരു കട്ട മാറ. അവിടെ സ്ട്രൈഫ് ചെയ്യണം കേട്ടോ. ലാസ്റ്റ് ശ്രദ്ധിച്ചോണേ. മിഡ് സ്ട്രൈഫ് ചെയ്യണേ. ലെഫ്റ്റിലോട്ട് സ്ട്രൈഫ് ചെയ്ത് നോക്ക്. നോർമലി ചാട്. നോർമലി ചാടിയില്ല, അതിനെ മണ്ടയ്ക്ക് ഇടിക്കും. നോർമലി ചാടി ഇവിടെ വന്നിട്ട് ചാടി. ആണ് നോർമലി ആദ്യം ചാടിയത്. അത് ചാടിയില്ല. നോർമലി ചാടാൻ നോർമലി ചാടാൻ പറ്റും നിനക്ക്. അതിൽ തന്നെ ടച്ച് ചെയ്യണമെന്നില്ല. അവിടെ തട്ടണം. അവിടെ ലാസ്റ്റ് മാത്രമാണ് മറന്നു പോയെന്നല്ല. സത്യം മറന്നു പോകുന്നുണ്ട്. മറവിനോണ്ട് കേട്ടാ. ഇതിന് നേരെ നടന്നു കയറിയാ മതിയല്ലേ?
ഓ പക്ഷെ ലാസ്റ്റത്തിൽ അങ്ങനെ കയറരുത്, ലാസ്റ്റത്തിൽ ചാടി പോണം, അത്രേ ഉള്ളൂ. ഇതിലും ചാടാ, ഇതിലും ചാടി കയറി ഇത്രേ ഉള്ളൂ. ഇത് എന്തൊരു സിമ്പിൾ ആണ് ഇത്. സൂപ്പർ. ഞാൻ ഇപ്പഴേ എനിക്ക് മനസ്സിലായി, ഇത് നമ്മള് കുഴി വീഴണം. അവിടാണ് കണ്ട കുഴി അടുത്തൊരു കുഴി ഉണ്ടോ ഇല്ല കേട്ടോ. അടുത്തൊരു കുഴിയില്ലടാ, അത് തന്നെ അടി പോവാ. കണ്ട എന്തോ ഉണ്ടാക്കി വെച്ചേക്ക. ഇത് കുഴിന്ന് വരുവേ. അവിടെ ലെഫ്റ്റോട്ട് ചാടി. അത്രേ ഉള്ളൂ. ജസ്റ്റ് സിമ്പിൾ. ടെൻഷനായി പോയെന്ന്. ടെൻഷനായി കളഞ്ഞ്. സൂപ്പർ. എടാ അത് നീങ്ങുമെന്ന് എനിക്കറിയാം. കണ്ട ഈ തന്തലത്തിന് അനങ്ങാതിരുന്ന കണ്ട അത് അവിടെയാണ്. നീ അവിടെ നേരെ റൈറ്റിലോട്ട് പോയി നോക്ക്, അവിടെ നേരെ റൈറ്റിലോട്ട് അങ്ങ് ചേർന്ന് പോയി നോക്ക്. സിമ്പിൾ. ചാട്, റൈറ്റിലോട്ട് ചാട്. സിമ്പിൾ. കണ്ണാപ്പി വീസി അടിച്ചു പൊട്ടിക്കുന്നുണ്ടോ കീബോർഡിന്റെ ഒക്കെ സൗണ്ട് കേൾക്കാം. എവിടായിരുന്നു മറ്റേ സാധനം? അമ്മൂമ്മയുടെ കൈ ഇവിടെ എങ്ങാണ്ടാണ്. നോർമലി സിമ്പിൾ. ലെവല് പേഷ്യൻസ്. ഇത് കുറച്ച് കൂടുതൽ എന്ത് റിലാക്സ് ആയിട്ടുള്ള ഗെയിമാണെന്ന് അറിയോ? എനിക്കാണെങ്കിൽ മനസ്സിന് ഭയങ്കര പ്ലഷർ കിട്ടണം. എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് കിട്ടണം ഗെയിം കളിക്കുമ്പോ. മെന്റലി ഭയങ്കര ഹാപ്പിനെസ്, സന്തോഷം കൊണ്ടുണ്ടല്ലോ എനിക്ക്. സന്തോഷം കൊണ്ട് ടെലിപോർട്ട്. എന്തൊരു പദം? താഴെ ടെലിപോർട്ട്. താഴെന്ന് പറഞ്ഞ അവൻ എവിടെയെങ്കിലും കൊണ്ടിടുവോ നമ്മള്? അതങ്ങനെയാണ് കൊണ്ടുപോവാ. ഞാൻ കൺട്രോൾ ചെയ്യണതല്ല. സൂപ്പർ. ഇത് ഞാൻ കൺട്രോൾ ചെയ്തതാ. അളിയോ അത് കൺട്രോൾ ചെയ്യണോ അളിയോ? അത് ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് തോന്നുന്നു നീ മുകളിൽ സ്പോൺ ആകുമ്പോ റൈറ്റിലോട്ട് പ്രസ് ചെയ്തേ. എനിക്കിപ്പോ മനസ്സിലായി അത് എങ്ങനെയാണെന്ന്. നിങ്ങൾക്ക് ആർക്കും ബുദ്ധി വന്നില്ല. ഞാൻ പറയാ, നിങ്ങൾക്ക് ബുദ്ധി വരാത്തൊരു കാര്യമുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് വയ്ക്കണേ. കണ്ട ഇതാ ചെയ്യാൻ പറഞ്ഞത്. ചെയ്യാൻ പറഞ്ഞത്. ഇത് ഞാൻ ഇപ്പൊ കൺട്രോൾ ചെയ്ത് കാണിച്ചു തരാം. ഈ ഗെയിം ഉണ്ടാക്കിയത് എനിക്ക് പറയാതിരിക്കാൻ വയ്യടാ. എനിക്ക് എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാവളയാ? അവിടുന്ന് ഞാൻ അപ്പുറത്തോട്ടാണ് അല്ലേ? കണ്ട വെറും റാസ്കലാ ഉണ്ടാക്കിയെന്ന്. സത്യം. എടാ ഇവന് വെയിറ്റ് എന്തായാലും നമുക്ക് കംപ്ലീറ്റ് ചെയ്യണല്ലോ. ഇവൻ അവൻ പോയി. ചേട്ടൻ മറന്നോ? എടാ അവൻ അത് നിനക്ക് വേണ്ടി നിക്കൂല. എടാ അവൻ മറന്നു വീണ്ടും മറന്നു. ഇവൻ മറന്നു പോകട്ടോ. മറന്നു പോകുന്നുണ്ട്. ഇപ്പൊ ചാടുമല്ലേ? ഇത് വരുമ്പോ എടാ അത് വരും. ഞാൻ ഒരു കാര്യം പറയട്ടെ, റൈറ്റിലോട്ടാ വരുന്ന ഓർമ്മയില്ലേ? റൈറ്റിലോട്ട് മൂവ് ചെയ്യും. റൈറ്റ് ചേർന്ന് നീ പിന്നെ എന്തിനു പറയണേ? ഞാൻ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞു. അത് എനിക്ക് ഡീകോഡ് ചെയ്യാൻ കുറച്ച് സമയം വേണം. ഓക്കെ കളിച്ചോ. ഇത് സൂപ്പർ. ഒരുപാട് ചിന്തിച്ചിട്ട് ലെഫ്റ്റിലോട്ട് പോയി. ഇത്
എടാ എടാ അതുകൊണ്ട് എടാ ഇതിന് തന്തയില്ലാത്തവനാണടാ ഇത്. അവിടെ നിക്ക് ചാടിക്കോ. ഓക്കെ, ഞാൻ വിചാരിച്ചു വീണ്ടും അവിടെ കൊണ്ടിട്ടുണ്ട്. ഇവിടെ എന്തോ വരും. അതെങ്ങനെയാ രക്ഷപ്പെട്ടെ? കാലുകൊണ്ട് അതെന്താ ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു എന്റെ. കറക്റ്റ് എന്ത് രസമായിട്ടാ ഞാൻ കളിച്ചെന്നറിയാം അവിടെ. കറക്റ്റ് കാലെ ഇതെന്തോ എനിക്ക് പണി വെച്ചേക്കുവാണേ. ഇതെനിക്ക് എന്തോ പണി വെച്ചേക്കുവാണേ. ഇതെന്തോ പണി വെച്ചേക്കുവാണേ. ചുമ്മാ ബെറ്റ് നോക്ക്, ഒന്ന് ബെറ്റ് നോക്ക്. ഇല്ലാട്ടാ സൂപ്പർ. ആ ഇത് ലെവൽ അടുത്തെന്താ പണിയുണ്ടേ? അടുത്ത ഫ്രണ്ടിലായിരിക്കും. ഇത് റിപ്പീറ്റ് ആണോ? എന്തോ പണിയുണ്ടേ. അത് ഇവിടെ വരുന്നടാ ഈ ടെലിപ്പോർട്ട്. ഓക്കെ എടാ, എത്ര പ്രാവശ്യം? 2 അത് എണ്ണിക്കോണേ. 3 4 5 6. അടുത്തില്ല. ആണോ? ആ ഭയങ്കര ഈസിയാ. ഒരു കാര്യം ചെയ്യ്, കസാരയിലോട്ട് നിന്റെ അച്ഛനെ കൂടെ കൊണ്ടിരുത്ത്. പുള്ളി ഈസി റിലാക്സ് കഴിഞ്ഞ ഒരു മണിക്കൂറായിട്ട് ഞാൻ ഇവിടെ ഇരിക്കണ കണ്ടാറോ വിളി കേട്ടാ. 3 നിക്കാൻ പറ്റില്ലടാ. അല്ല വീട്ടിൽ റൈറ്റ് സൈഡില് പോയില്ലല്ലോ അവസാനം. കണ്ടോ? അല്ല, അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അനുവിനെ കൊണ്ടുപോകും. കണ്ടോ? റൈറ്റ് ഇതൂടെ കഴിഞ്ഞിട്ടാണ് അത് വരുന്നേ. നീ തന്നെയല്ലേ രണ്ടാമത്തെ റൗണ്ട് എണ്ണി? 1 2 3 നേരത്തെ എത്രയായിരുന്നു കണക്ക് ഓർമ്മയുണ്ടോ? 4 5 5 6. ഈ 5 ആയിരുന്നു. 1 2 3 4 5 അങ്ങനെ ബ്രേക്ക് കിട്ടുന്ന ഒരു സാധനം അല്ല. 2 3 4 5 6. അല്ല അവിടെ അടി മെഴുകും, അവിടെ കൊണ്ടുവിടും ഇല്ലേ? കൊണ്ടുപോയ നിന്നെ. ഇതെന്തോന്നടേ, ഇതെങ്ങനെ പോവും? എന്തായാലും ഒരു പ്രാവശ്യം വീണാലേ മനസ്സിലാകത്തുള്ളൂ. ഇത് ഒരു വട്ടം വീഴാതെ ഞാൻ ഇത് ഫിനിഷ് ചെയ്താലോ? ആ ചെയ്ത് നോക്കാം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നീ ഒരു അണ്ടി മുമ്പ് ഞാൻ നേരെ ചാടാൻ പോണേ. അയ്യോ അളിയാ, നീ ഒരു അണ്ടി മുമ്പനായി പോടാ രഘുലേ. അളിയോ ലൈവിൽ അറിയാതെ നീ അണ്ടി മുമ്പനായി പോടാ. അയ്യോ സോറി അറിയാതെ പറ്റിപ്പോയതാ രഘുലേ. നന്നായിട്ട് രണ്ടാമത്തെ ചാടി നോക്ക്. എടാ ഒന്നാമത്തെ ചാടല് പണി. ഞാൻ പറയട്ടെ, ഇതിവിടെ വരണം, മനസ്സിലായോ? സൂപ്പർ. അത് അതിൽ തന്നെ അതിബുദ്ധി അല്ലായിരുന്നു. അത് ഇവിടെ തന്നെ അതിബുദ്ധിയാമാറല്ലേ അവൻ നമ്മളെക്കാളും അതിൽ തന്നെയാണ് ചാടുന്നത് കേട്ടാ. കണ്ടാ ഈ പട്ടി പിന്നെയും വരും. അവൻ മറ്റേ ലെഫ്റ്റിലായിരിക്കും ചാടും കേട്ടാ. ഈകളെ ഓർമ്മയുണ്ടല്ലോ എങ്ങനെയൊക്കെ പോയെന്ന്? ഇല്ല. റൈറ്റ് ചാടണ്ട, ഇത് റൈറ്റ് ഇത് ലെഫ്റ്റിൽ ആടണ്ടേ. ഇത് റൈറ്റ്, ഒരു ലെഫ്റ്റ്, അതിന്റെ ഇടയിൽ കൂടെ വന്നിട്ട് പോകണുണ്ടോ? മറ്റേ ഇത് ലെഫ്റ്റ് ആണെന്ന് തോന്നുന്നു. ലെഫ്റ്റാ. അതന്നെ ലെഫ്റ്റ് ആയിരുന്നു. അത് ലെഫ്റ്റ് ആയിരുന്നു. എല്ലാം പഠിച്ചിട്ട് ലെഫ്റ്റ് മണിക്കുട്ടി ആരാണ്? മണിക്കുട്ടി വിശ്വസിക്കണം. ലെഫ്റ്റ് നേരെ ചാടിയാ മതിയാ. ദൈവമേ, അത് അല്ലെങ്കിൽ ഉണ്ടല്ലോ. അല്ലെങ്കിൽ നീ പറഞ്ഞു. എടാ എനിക്ക് എന്റെ ബ്രെയിൻ ഔട്ട് ആയടാ. തല പോയി. ബ്രെയിൻ ഡിലേ കൂടി. എത്ര റണ്ണിൽ ഔട്ട് ആയിടിയാ? ഇനി എങ്ങോട്ടാ? ലെഫ്റ്റ്. ഇനി
മറന്നു. ഇത് ലെഫ്റ്റ് ലെഫ്റ്റ് 100%. ഈശ്വര തൂരിന്ന് തോന്നുന്നു. ഇല്ല ദൈവമേ. അല്ല പിന്നെ സൂപ്പർ ആക്ടിങ് ബ്രോ. എനിക്ക് സിനിമയിൽ ഒരു അവസരം തരണേ. ഏതെങ്കിലും ഡയറക്ടറിനെ ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ട് എനിക്ക് അഭിനയിക്കാൻ ഭയങ്കര ചെറിയൊരു വേഷം, നായകനായിട്ട് ചെറിയ വേഷം. ചെറൊക്കെ അഭിനയിച്ച പോലെ എനിക്ക് അഭിനയിക്കണം. എന്നെ ഒന്ന് ആരത്തേലും ഒന്ന് അഭിനയം ഒന്ന് റെക്കമെൻഡ് ചെയ്യോ? അന്ന കഴിവറാവനെ. ഇത് ഈസിയാ. അത് സ്വിച്ച് ആണോ മേളിലിരിക്കുന്നത്? അല്ലല്ല അത് അതിന്റെ സാമാനം. കണ്ടതിലൊക്കെ പിടിച്ച് നോക്കരുത്. പെട്ടെന്ന് ഓടി ആ സ്വിച്ച് പ്രസ് ചെയ്യണം, മനസ്സിലായ? പെട്ടെന്ന് ഓടി. ചെറുതായി പെട്ടെന്ന് അല്ലെ ചാടി ഓടണം. അവിടെ ചാടി ഇത് സാധനം വലുതാക്കണം. അതായത് ഇടിച്ച് തട്ടി. ഇനി എന്ത് ചെയ്യണം? ഇനി എന്ത് ചെയ്യണം? അവിടെ ചാടി പോണം. അങ്ങനെ ആ ഗ്യാപ്പിലും ചാടണം. ഏത് വലുതായിക്കൊണ്ടിരിക്കണ അതിന് മുമ്പ് ഓടി കയറണം. പെട്ടെന്ന് ഓടണം. സാധനം വലുതാവുന്ന ഓടിക്കും. പൊന്നോ. അല്ലെ ഇത് ഭയങ്കര സീനാണല്ലോ. ഇതെന്ത് എന്തിനിപ്പോ നടന്നേ? ഇതെന്തുവാ? അവിടെ എവിടെ ചവിട്ടുന്നു? ഇതെന്തോ അവിടെ ഇതില്ലല്ലോ, വേ ഇല്ലല്ലോ. ഇൻവിസിബിൾ ഒക്കെ വരും. ഇൻവിസിബിൾ ഒക്കെ വരും. അത് ഇടയ്ക്ക് ഇൻവിസിബിൾ ഒക്കെ ഉണ്ടാവും. അത് നോക്കരുത്. ഇതെന്താ ഇങ്ങനെ? മേളത്തെ ചാടിയൊക്കെ മേളത്തെ ഉണ്ട് കേട്ടോ. ഓ ഇത് സൂപ്പർ അല്ലേ. ഇത് കംപ്ലീറ്റ് അളിയാ. ചാടാൻ ബുദ്ധി കളിച്ചല്ലേ. ഇത് സിമ്പിൾ അല്ലേ, സിമ്പിൾ. ഓ ഇനി കാണാൻ പറ്റില്ല. അവിടെ ചെല്ലുമ്പോ വീണ്ടും കമ്പി. അയ്യോ അല്ലല്ല, അങ്ങനല്ല, വലുതാവും അത്. തിരിച്ചു വരണം. അങ്ങനെ പ്രസ് ചെയ്ത് തിരിച്ചു. ഓ പ്രസ് ചെയ്ത് തിരിച്ചു മറ്റേ പ്രസ്സിൽ മറ്റേ സ്വിച്ചിൽ പിന്നെയും പ്രസ് ചെയ്യണം. അങ്ങനല്ല, ചേട്ടാ അവിടെ പോണ്ട. ഹാർട്ട് അറ്റാക്ക് വന്ന ഈകളുടെ. അല്ലെ സ്വിച്ച് പ്രസ് കളിയാ, സ്വിച്ച് പ്രസ്. ഭയങ്കര ലീനായി. അങ്ങനെ പറ്റൂലടാ. അങ്ങനെ ഒരു കുളിര് വന്നെനിക്ക്. അവളെ സ്വെറ്റർ എടുത്താലോ? കുളിരൊക്കെ അങ്ങ് പോയി. മനഃപൂർവ്വം കുണ്ടിലൂടെ ആടുവന്നു. ഇതൊക്കെ എന്തൊരിതൊക്കെ അവളെയോ? അങ്ങനെ ലെഫ്റ്റ് ഇതൊരു ചത്തില്ല. നമ്മള് ഡെവലപ്പ് അടിച്ചിരുന്നുണ്ടാക്കിയതാണ്. എന്ത് ലെവലൊക്കെയാടാ അത്. ഞാൻ കാര്യം പറയട്ടെ, നിനക്ക് മോളിൽ കൂടെ ഓടിക്കൂടെ? അതാ എന്തിനാ അടി പോണേ? കഴിയാറായ നമ്മള് ഇത് നേരെ ഓടിക്കേറാം. സൂപ്പർ. ഞാനൊന്നും പറയണില്ല. നീ ഒന്ന് കളിച്ചോക്കണേ. അപ്പൊ ഇനി ഉണ്ടാവേ ഇനി ഇല്ലായിരുന്നടാ, നേരെ പോവാനായിരുന്നടാ. അറിയാ അത് നമ്മള് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇപ്പോഴല്ലേ നമ്മള് ഇത് ചെയ്ത്.
ഓടിക്കോണേ ഓടിക്കോണേ ഓടിക്കോണേ. ഓട്, 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 ഓട്. ഓയ്യോ. ഈകളെ just ആ ഇത് ഈസിയാണ്, ഇത് ഈസിയതാ. ചാടി പിടിച്ചാ മതി അളിയാ. ചാടി പിടിച്ച് അങ്ങനെ ചാടി പിടി. ചാടി പിടിച്ചോ, ഇത് ചാടി പിടിച്ചോ നീ. അളിയാ ചാടി ആ കഥ പോണം. ആ ഓ, അത് ഇതല്ലേ ടെലിപോർട്ടർ അല്ല കേട്ടോ. ഡോർ എന്തുവാണ് വരുന്നേ? ശരി ഡോർ എനിക്ക് ഓർമ്മയുണ്ട്, ഈ ലെവൽ എനിക്ക് ഓർമ്മയുണ്ട്. ഇത് കിളി പോണ ലെവലാണേ. കിളി പോണ ലെവലോ ഇത് തന്നെ തീർക്കുവാണ് ഞാൻ. ഒറ്റ ഒറ്റ അങ്ങനെ സ്ഥലത്ത് മിസ്സില്ല. കത്താൻ. ഓക്കെ അളിയാ കംപ്ലീറ്റ് അളിയാ. ഏത് അളിയാ പോയി, ചാടി പോയി. ഞാൻ പറഞ്ഞത് കിളി പോ. അളിയാ ഇത് കണ്ടുപിടിച്ചതായിരുന്നു ഈ ഗെയിം. ഈസി അളിയാ, ഈസി അളിയാ, ഈസി. എടാ അത് പോകുന്നതിന് മുന്നേ താഴെ തന്നി ഓ അങ്ങനെ. ആ അളിയാ തോന്നുന്നു. എടാ അതിപ്പോ പോകാൻ പറ്റൂല. അതിപ്പോ പോകുന്ന പറഞ്ഞാ എന്റെ മാമനൊന്ന് നിക്കാൻ അതാ നിക്കാൻ പറഞ്ഞാ സത്യം. നിക്കാൻ. നമ്പർ അളിയാ. എന്റെ കുഞ്ഞമ്മ അത്. പാവത്തിനെ അത്ര ഓടിച്ചിട്ട് കൊന്ന്. എടാ നീയൊക്കെ പുഴുത്തു പോകാ നീയൊക്കെ. ജമ്പ് ജമ്പ് ഞാൻ നടക്കണ പിന്നെ. ജമ്പ് ജമ്പ്. രണ്ടുപേരെ ചൂടാൻ തോന്നുന്നു. എടാ അതിപ്പോ തീരും. ഓട് 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 ഓട്. ആ ഓടിവൻ ചട്ട്. എടാ അതിൽ കേറാൻ പാടില്ലടാ. എനിക്ക് ചാടണ്ടായിരുന്നു. ചാടാതെ ഓടി ചാടാതെ ഓടി. ചേട്ടാ ചാടണ്ട രണ്ടുപേരെ സ്പീഡാ. രണ്ടുപേരെ സ്പീഡാന്ന് തോന്നുന്നു. സൗണ്ട് ഇട്ടില്ല. ഇത് ആരുടെ എനിക്കുണ്ടില്ലേ കളി? ഹ്യൂമൻ ഇത് ക്ഷമ കളയാൻ വേണ്ടി ഇങ്ങനെ ഓടിക്കുന്നുണ്ടാ. നമ്മൾ ലാസ്റ്റ് ഭ്രാന്തെടുത്ത് ചെയ്യും എന്തെങ്കിലും. അത് എവിടെയാണ് നീ മറ്റേ മോണിറ്ററിൽ വരയിട്ട് കേട്ടോ അവിടെ എവിടെയാണ് ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. മോണിറ്ററിൽ അവിടെ വേറെ മോണിറ്ററിൽ എന്തെങ്കിലും കുത്തി വെക്കട്ടെ ഒരു സെക്കൻഡ്. ആ പൊട്ടോ സിന്ദൂരോ എന്തെങ്കിലും എടുത്ത് ചെയ്യും. മൗസ് വെച്ചാൽ മതി. മൗസ് അവിടെ വെച്ചാൽ മതി. മൗസ് അവിടെ വെച്ചാൽ മതി. മൗസ് എന്തൊരു ബുദ്ധിയാണോ നിങ്ങൾക്കൊക്കെ? എന്തൊരു ബുദ്ധിയാണോ? അളിയ രഘുല് നോക്കിയാണെ ഇത് അനങ്ങും കേട്ടോ. ഇനി രഘുല് അതിനി അനങ്ങണം. രഘുല് ഞാൻ സത്യമായിട്ട് പൊട്ടെടുക്കാൻ പോയാണ് അവളുടെ. സിന്ദൂരൊക്കെ തേച്ച് കൊടുക്കുന്നു. എന്തൊരു ബുദ്ധിയാണ് രഘുല് നിനക്ക്? ഇവിടെ നോക്കി ചാർന്ന അത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മൂഞ്ചി കേട്ടോ. മൗസ് 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 അല്ല പിന്നെ ഓടി വന്നത് നീ അങ്ങോട്ട് ചാടാനായിരുന്നു. എടാ അത് പോണ അണ്ണാ നമുക്ക് എത്തി കേട്ടോ. അഭിഷേക വെൽക്കം ടു സ്ട്രീമോടാ മോനെ. ചാടാൻ മറന്നു പോല്. എന്തിനാ അവിടെ ഒരു ആരോ വെച്ചേക്കുന്ന? ഇത് നേരെ താട്ടെ സത്യം. ചുമ്മാ സൈഡില് അതായത് കംപ്ലീറ്റ് ഈസി. അവിടെ കൂടെ ഓക്കെ. സോ ഈസി ഗെയിം. ഈസിയാ. ഞാൻ ഒരു കാര്യം പറയട്ടെ. അളിയാ ഡോർ പോയി. ഇപ്പൊ നമ്മളാണ് ഡോർ കണ്ട. ഇത് കണ്ട തന്തയില്ലാത്തവരെ എന്താ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? എന്താ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നീ? ഞാൻ നോക്കുമ്പോഴില്ല. ഈകള് ചത്തു. മനുഷ്യരാ നീങ്ങുന്ന പറഞ്ഞ് കൊടുത്തല്ലേ. ചാടാൻ പറ്റും നോക്കി. ആ പറ്റും. എന്തൊരു സാധനമാണോ ഇത്? 4 ലെവലോടെ ഉള്ള തീരാൻ പോണേ. 5 ലെവല്. അളിയാ ഇതെന്ത്? എനിക്ക് മനസ്സിലായി. എനിക്ക് എന്താ മനസ്സിലായി? തിരിച്ചു ചാടാ. പറഞ്ഞതല്ലേ തിരിച്ചത്. അത് മണി കത്തിച്ച് എടാ സ്പീഡിൽ പോകും കേട്ടാ, സൂക്ഷിച്ചോണേ. സ്പീഡ് കൂടിയാണ്.
ലെവല് കംപ്ലീറ്റ് ആയിട്ടാ ഇത് ഒരു സ്റ്റേജാ. അയ്യോ ഇത് നേരെ ഓടണമായിരിക്കും കേട്ടോ ചാടി. സാധനം ചാടി ഇറങ്ങി ഒറ്റ ഓട്ടോ കുട്ടിയും പൊക്കി. ചാടിക്കോ ചാടിക്കോ. ചാടുന്നില്ലേ? അപ്പൊ ഇതിലൊരു ആ ഓട് ഓട്. ഇല്ല അതും തിരിച്ച് അങ്ങനെ തന്നെ മനസ്സിലായ. വേറെന്തോ അളിയാ ഇതെന്താ എടാ നീ റൈറ്റിലോട്ട് ചാടി ലെഫ്റ്റിലോട്ട് ചാടി ലെഫ്റ്റിലോട്ട് അവിടെ നിക്ക്. എവിടെ നിൽക്കാ? അത് ചെറുതാ ഏറ്റവും ലെഫ്റ്റിലോട്ടാ. ഏറ്റവും ലെഫ്റ്റ് വരെ വരൂല. ഏറ്റവും ലെഫ്റ്റ് വരെ ഏറ്റവും എന്റെ വരെ പോകത്തില്ല കേട്ടാ. ഇവിടെ വരെ വരൂല. നിന്നാ മതി കേട്ടാ. ആ ഏറ്റവും എന്റെ നീ അല്ലാതെ ഇപ്പൊ പൊങ്ങി വരും കേട്ടോ. എനിക്ക് തോന്നിയത് കൊതം കുത്തി കീറിയ ഇപ്പൊ ഇതില് ചത്ത് ഇവിടെ ആയിരുന്നു അത്. ഓർമ്മ എൻഡില് വരെ പോയി നിക്കണേ. എന്റെ നോക്കിയേ അത് അറിഞ്ഞിട്ടും ചാടി. നീ കളിച്ചതല്ലേ? എങ്ങനെയാണ് ഇത് കറക്റ്റ് ആയിട്ട് പറ്റണേ? തിരിച്ചു വരാൻ പറ്റില്ല. അതിനൊക്കെ ഒന്നാണോ? അപ്പൊ ജസ്റ്റിന് പോയേ ജസ്റ്റിനാണ് ഭ്രാന്തനാ. എടാ അല്ല ഞാൻ വരും അവിടെ വരുമെന്ന് എനിക്ക് അറിയാം, പക്ഷെ എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അത് ബ്രെയിനിലെ നിന്റെ മൗസ് പോയിന്റ് അവിടെ തന്നെ ഇരിക്കണേ, കറക്റ്റ് സ്ഥലത്തായിരിക്കുന്നത്. അവിടെ ഞാൻ എന്തോ ചെയ്യണ്ടേ? അവിടെ നിന്ന് പോയി ചാടങ്ങോട്ട്. അതാണോ നിങ്ങൾ ഉദ്ദേശിച്ചേ? അത് എന്നോട് പറയണ്ടേ? അതല്ല നമ്മള് പറഞ്ഞേ. എന്തുകൊണ്ട് അടി കൂടെ പോക്കൂടാ? എന്തുകൊണ്ട് നേരെ പോകൂടാ? ഓ അവിടുന്ന് ചാടിയതേ വഴിയേട്ടാ. അധികം ബുദ്ധി ഇതിനകത്ത് വെക്കാൻ പാടില്ല, അതെ മനസ്സിലായ? ബ്രെയിൻ ഉള്ളവര് കളിച്ച പ്രശ്ന. ചാടിക്കോ. അപ്പൊ അതിനർത്ഥം ഞാൻ ബ്രെയിനില്ലാത്ത ബുദ്ധിയില്ലാത്ത ഇങ്ങനെ സ്ട്രീം ചെയ്യണം. 10,000 പേര് ഇതും കണ്ടിരിക്കണം. അതിലും ഒക്കെ എടാ ഇത് സൂപ്പർ. ഇപ്പൊ മനസ്സിലായോ? അവിടെ നിന്ന് നേരെ ചാടുക. കണ്ട ചാടി ലെഫ്റ്റ് വരണം. മേളി വരുവേ. മണി വിട്ടാൻ നിൽക്കുവോ? ഈകളെ വിടുന്നില്ലല്ലോ അമ്മമാര്. അവൻ വെട്ടി എറിയാൻ വരുവോ കേട്ടോ. ജീവനും കൊണ്ട് ഓടുന്നുണ്ട്. ഇവിടെ വരും. അല്ല പിന്നെ നമ്മളെ ഏകദേശം ഫിനാലിലേക്ക് കിടക്കാണ്. ടെൻഷനാണ്. എനിക്ക് എന്നെ ടെൻഷൻ ആക്കരുത്. കുറച്ച് പാടുള്ള കാര്യമാണ്. എല്ലാവർക്കും ഇങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതല്ല. ഇതെന്താണോ ആദ്യം മേളിൽ കയറി പോകാൻ പറ്റുന്ന സാധനം കേട്ടോ. പെട്ടെന്ന് സാധനം അല്ലത്. നമ്മളെന്മാര് ഫേക്ക് കളിയാ. മേളിൽ കയറാം. അത് ഒന്നുകൂടെ വരട്ടെ, നമുക്ക് ഒരുമിച്ച് അതിനകത്ത് കയറി പോവാം. ഞാൻ പറഞ്ഞേരാ, എനിക്കറിയാം. ആ നേരെ മേളിലുള്ള ഹോളിൽ പോ. അവിടെ ഒരു സംഭവം അതിൽ നിന്ന് കയറി പോയാ മതി. ഏത് സൂപ്പർമാൻ അളിയാ. തീരാറാവണേ. ഇത് ഈസി അല്ലേ? തുടങ്ങുന്നു. വല വിട്ടു പോവോ ഈസി എന്ന്? ഇതോടെ കളി നിർത്തുവാ. എല്ലാം ശരിയായി കേട്ടോ. എങ്ങനെയോ ശരിയായില്ല. ഇൻവിസിബിൾ ആവോ? നമ്മള് ഫൈനൽ ബോസിലേക്ക് അടുക്കുവാണേ. അതെന്ത് എന്റെ ടൈമിംഗ് കറക്റ്റായി. അതാ ലെഫ്റ്റ് സൈഡ് അടിയാ. എടാ പൊലയാടി, ഞാൻ ഒരു കാര്യം പറയട്ടെ നിന്റെ അടുത്ത്. ഇത് ലെഫ്റ്റ് പോകാൻ പറ്റത്തില്ല കേട്ടോ. ചേട്ടനാ ടെലിപ്പോർട്ടർ തോന്നില്ലേ? അല്ലേ അളിയാ ലെഫ്റ്റ് സൈഡ് പോയി ആ സ്വിച്ച് ഒക്കെ എന്തോ പ്രസ് ചെയ്യണം തോന്നുന്നു. ലെഫ്റ്റിലോട്ട് പോകത്തില്ല.
ഇൻവേർട്ട് ആണോ? ആ റൈറ്റ് ഞെക്കിട്ട് ലെഫ്റ്റ് ഞെക്കിട്ട് ഒരിടത്തോട്ടാ ഓ ചാടുന്നത്. ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നേരത്തെ ഈ സ്പേസ് അടിച്ച് ചാടി ചാടി പോയല്ലേ, അതേപോലെ ചാടി ചാടി പോയി ആ സ്വിച്ച് പ്രസ് ചെയ്യണം. മനസ്സിലായ? ആ എടേ മേളില് പോ. റൈറ്റിൽ ബട്ടൺ വന്നടാ അവിടെ. സ്വന്തമായിട്ട് മോളാടാ. ഞാൻ തന്നെ 3 ഫാറ്റ് ആയിട്ട് എടാ റൈറ്റില് താഴെ ഒരു ബട്ടൺ വന്നത് കണ്ടില്ലേ? അത്രയും മോളിൽ പോണ്ട, അത്രയും മോളിൽ പോണ്ട. അടിയിൽ 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 ഇറങ്ങി അകത്ത് പോയി. മേളിലെ സ്വിച്ച് കണ്ട, മേളിലെ സ്വിച്ച് ഇതിന്റെ മേലുള്ളതാണ് സ്വിച്ച് കേട്ടോ. അടുത്തൊരു മോളിലാണ്, ശ്രദ്ധിച്ചോടെ. മറന്നു ഇത് കണ്ടോ, മേലിൽ കൂടെ പറന്നു പോകും. അത് കുഴപ്പമില്ല, വെയിറ്റ് ആയിട്ട് മേളിൽ തന്നെ വന്നോളൂ. ലെഫ്റ്റ് വർക്കാവുന്നില്ല, ലെഫ്റ്റ് എ വർക്കാവുന്നില്ല, എ ബട്ടൺ. ഞാൻ അടിക്കുകയാണ് രഘുലേ. ഇവിടുന്ന് കുറച്ച് മേളിലോട്ട് പോവല്ലേ? മേലോട്ട് വരുന്നു, എന്തായാലും മേലോട്ട് വരുന്നു. അത് ചുമ്മാ അത് ഇതേപോലെ ചാച്ചയിൽ ചെയ്താൽ മതി. സൂപ്പർ അളിയാ, സൂപ്പർ അളിയാ. ഈസിയാ, ഈസി. സെയിം 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 സ്പേസ്. നല്ല മേളമാണുള്ള. എടാ അത് ചെറുതായി. പെട്ടെന്ന് സൂപ്പർ. പേടിക്കണ്ട പേടിക്കണ്ട അളിയാ, ഈസി ഈസി ഈസി. അളിയാ സ്ലോ ആയി. ചെറുതാക്കുന്നുണ്ടോ തെണ്ടികള്? ഈകള് ചെറുതായിട്ട് ചാടി. പെട്ടെന്ന് അളിയാ, ഈസി ഈസി. എടാ കൂടുതൽ ചാടല് മുകളിൽ തല കിട്ടും. അയ്യോ ഇത് പറ്റുന്നില്ല, ഇത് പറ്റുന്നില്ല. ഈകള് റീച്ച് ആയത് വന്നിട്ടേ വിട്ട് കേട്ടാ സ്പേസ്. സത്യം. എടാ ബ്രെയിൻഡായി. ബലൂൺ ബ്ലാസ്റ്റ് ആവുന്ന പോലെ ഇരിക്കുന്നല്ലേ? എടാ ബട്ടണിലാണ് തൊടേണ്ടത്, സൈഡിലല്ല. ഓക്കെ എനക്കറിയാം, അതിനകത്താണ് കേരളം അത് മൂവ് ചെയ്യും. സൂപ്പർ ഈസി. എന്ത് സ്റ്റേബിൾ അടിയാ. ഈസി. ഡിസ്കോള് സൗണ്ട് നേരത്തെ വരുന്നത്. അത് ഇറങ്ങിട്ട് കയറി ലൈവ് ഇറങ്ങിട്ട് കയറി. എനിക്ക് ഇടയ്ക്ക് വരാറുണ്ട്. സ്വിച്ച് പ്രോസസ് സ്വിച്ച്. ഇതപ്പുറത്തെത്തിയ എടാ താഴോട്ട് പോ. ഇതൊക്കെ അതേതാ സ്വിച്ച്? ഇവിടാണേ, ഇവിടാണേ സ്വിച്ച്. അടിയില് അടിയില് സൂപ്പർ. അടിയില് സ്വിച്ച് അവിടെ. എടാ കൊളയട്ട പട്ടി, ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറയട്ടെ. ഇതിങ്ങനെ മറ്റേ പട്ടിയുടെ തൊടല് വലിക്കുന്ന പോലെ പോകുന്ന ഡയറക്ഷനിൽ ഇങ്ങനെ വലിച്ചോണ്ട് പോകാൻ പറ്റത്തില്ല. ഇതിനൊരു പാടുണ്ട്. അത് ഞാൻ പറഞ്ഞ കൂടി പോയി. താഴെ താഴെ. ഓക്കെ ഈ സ്വിച്ച് മാറുന്നു തോന്നുന്നു കേട്ടോ. മേലുള്ള സ്വിച്ച് മാറി മിഡില് വരെ നോക്കട്ടെ. ഇനി അടിയിൽ വരെ അത് സ്വിച്ച് മാറി അടിയിൽ വരെ ചിലപ്പോ നോക്കട്ടെ. ഇല്ല 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 കൂടുതൽ പ്രൊഡിക്ട് ചെയ്യില്ലെന്ന്. ഇതൊക്കെ എന്താണ് പറഞ്ഞേ, കൂടുതൽ പ്രൊഡിക്ട് ചെയ്യല് എനിക്ക് തോന്നുന്ന കണക്ക് വരും. ഗ്രാവിറ്റി ഗ്രാവിറ്റി ഗ്രാവിറ്റി. മേളിൽ പോയി ഇടിക്കുമെന്ന് തോന്നുന്നു കേട്ടോ. ഓ ഇത് 6 ആക്ക്. അടിപൊളി. ഇപ്പൊ അടിച്ചോ, ഇപ്പൊ അടിച്ചോ. അടിച്ചോ അടിച്ചോ. തല ഇറങ്ങും കേട്ടോ. ഓക്കെ അവൻ തേച്ചതാണ് കേട്ടോ. കളി കളിച്ചളിയാ അത്. ഇനി അവൻ കളിക്കും കേട്ടോ. ഇനി അവൻ കളിക്കുവേ. ഒന്നും കളിക്കുകയല്ല, അത് നമ്മളവിടെ എത്തിക്കഴിഞ്ഞ്.
$15K votes. Thank you so much. 2.79 bro. Fastest work boy. Thank you. ശുഭം ബ്രോ അതെന്താ സൈഡ് ചെയ്ത് അവിടെ പോയി അവിടെ അവിടെ നിന്ന് കേട്ടോ ലാസ്റ്റ് അവിടെ നിന്നാ മതി. അവിടെ നിന്നാ ഡോർ വരുന്നുണ്ട് മേളിൽ മനസ്സിലായ ഗ്രാവിറ്റി ആണ് ഐസക് ന്യൂട്ടൺ കണ്ടുപിടിച്ച സാധനമല്ലേ ഗ്രാവിറ്റി അല്ലേ? അതല്ലേ ഗ്രാവിറ്റി? അറിഞ്ഞെങ്കിൽ നമ്മള് പറയായിരുന്നല്ലേ യെസ് ഇങ്ങനെ അതുകൊണ്ടല്ലേ നിനക്ക് അറിഞ്ഞൂടാ ഐസക് ന്യൂട്ടൺ കണ്ടുപിടിച്ചത്? എടാ നീ എങ്ങനെയാടാ ദുബായിൽ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യണേ? എഞ്ചിനീയറാ കൈവച്ച് നിക്കണേ പോവാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നേരെ നടന്നു പോയാ മതിയോ? ഓപ്പോസിറ്റ് നടക്കണം. അപ്പൊ നേരത്തെ മനസ്സിലായില്ലായിരുന്നു. ഇല്ല അത് നിന്നിട്ട് സ്ലൈഡ് അടിച്ച് പോണം മനസ്സിലായ? ഇല്ല ഓപ്പോസിറ്റ് വന്നില്ല. ലാസ്റ്റ് ലെവൽ വരെ പോയാട്ടാ, പക്ഷെ ആദ്യം മുതൽ പറ്റുന്നില്ലെന്ന്. ടൈമിങ് എങ്ങനെയെന്ന് ക്യാരക്ടർ കാണുന്നില്ല. എന്തിയെ മിഡില് അതെന്റെ അതേ സ്പേസ് അടിച്ച് 6 ആക്കാട്ടാവണം മനസ്സിലായ? ആണോ? ഇപ്പൊ 6 ആക്ക. ഇപ്പൊ റൈറ്റ് സൈഡ് സ്വിച്ച് ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ സ്വിച്ച് ഉണ്ട്. ഓ അവിടെ പോണല്ലേ? സൂപ്പർ. എടാ ഇതെന്താ ഇങ്ങനെ പോണേ? ഇപ്പൊ അടിച്ചോ. വെയിറ്റാണ്. എടാ ഇത് പറന്നു പോവാങ്ങ്. കൺട്രോൾ അടിച്ചോണ്ടല്ലേ പറന്നു പോന്നേ. എടാ ഞാൻ സ്പേസി ഞെക്കാതെ ഡി മാത്രം ഞെക്കി കാണിക്കാവേ. കണ്ടാ ഇങ്ങനെ സ്പേസ് ഞെക്കി കാണിക്കാവേ. കണ്ട ഇനി അല്ലാതെ കാണിക്കാവേ. ഇനി അല്ലാതെ കാണിക്കാവേ. നീ ലെഫ്റ്റിലോട്ട് പോയി. എടാ ലെഫ്റ്റ് ഇത് റൈറ്റ്. ഞാൻ എത്തി. മേലോട്ടങ്ങ് പോവാ. അതന്നെ ആ മേളിലുള്ളതിൽ പിടിച്ചിട്ട് അവിടെ നിന്ന് സ്പേസ് അടിച്ച് ആ സ്വിച്ച് പ്രസ് ചെയ്യണം മനസ്സിലായ? മേളിലുള്ളത് പിടിച്ച് എടാ നീ ലെഫ്റ്റിൽ കൂടെ പോടാ. ലെഫ്റ്റില് പോയിട്ട് അങ്ങനെ. സൂപ്പർ അല്ലേ? ഇല്ല ഞാൻ പറയാ അളിയ റൈറ്റ് പോയി. നേരത്തെ പോയതുപോലെ റൈറ്റ് പോ. റൈറ്റ് നിക്ക് വെയിറ്റ് ചെയ്യണേ. ഇപ്പൊ നേരെ മേളിലൊരു കല്ല് കാണുന്നില്ല, അവിടെ പിടിച്ചിട്ട്. അവിടെ പിടിക്കാൻ പറ്റത്തില്ലടാ അളിയ. ആ എഡ്ജില് പോയിട്ട് ചാട്. ആ എഡ്ജില് പോയിട്ട് ഓടി ചാട്. അളിയ ചാടാ. സ്വിച്ച് പ്രസ് ചെയ്യണം. ഓടി ചാട്. ഓടിച്ചാടടാ. ഓക്കെ അളിയ ഞാൻ പറഞ്ഞേക്ക് ഈകളെ ഒന്ന് പറഞ്ഞേക്ക്. അളിയ സ്പേസ് അടിച്ചില്ലെങ്കിൽ ഒരു സീനില്ല. ഓടി പോയി ചാടിയാൽ അവിടെ പോകും മനസ്സിലായ? എത്ര ചത്ത് ഈ ചാടണമെങ്കിൽ സ്പേസ് അടിക്കുന്നുണ്ട്. സ്പേസ് റൊട്ടേറ്റ് ചെയ്യാൻ തന്നെ സ്പേസ് ഈസി. ഇപ്പൊ അടിച്ചോ. ഓടി പോയിട്ട് സ്പേസ് അടി. ഓടി ലെഫ്റ്റ് സൈഡ്. അളിയ ചാടില്ലേ? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. സ്പേസ് അടിക്കാൻ പറഞ്ഞിട്ട് ചാടല്ലേ? എൻഡി പോയിട്ട് സ്പേസ് അടിച്ചാൽ തിരിച്ചു വരും. ഇനി എന്താ ലെഫ്റ്റ് സൈഡ് പോയി ജമ്പ് ചെയ്ത് തിരിച്ചു. ഇങ്ങനെ നേരെ പോവാണ്. ഓടിയിട്ട് സ്പേസ് അടി. നേരെ പോ. അങ്ങനെ ഓടി സ്പേസ് അടി. നേരത്തെ ചാടിയാ. നേരത്തെ നീ തന്നെയല്ലേ ചാടിയേ?
എങ്ങനെയാണ് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? എനിക്കൊന്നേ അതെ ഇത് താഴോട്ട് പോകുമ്പോഴേ അന്നേരം സ്പേസ് അടിച്ചു നോക്കാം. മീൻ സ്പേസ് അടിക്കുമ്പോഴല്ലേ പൊങ്ങുന്നത്. എടാ സ്പേസ് അടിക്കുമ്പോ ഇതാ സംഭവിക്കണേ ഇപ്പൊ. ഇത് കേട്ടാ മേലോട്ട് പോകണം. അത് അപ്പൊ എന്താന്ന് വെച്ചാ ചിലപ്പോ ആ മിഡ് എയറിൽ ചെയ്യണം. അതായത് താഴോട്ട് പോകണം. ഇവിടുന്ന് എടുത്ത് താഴോട്ട് പോകും. ഇവിടെ ചെയ്യണമെന്ന് താഴോട്ട് പോകും. നേരെ എന്ത് അങ്ങ് പോയിട്ട് താഴോട്ട് വീഴുമ്പോ ഇല്ല, അങ്ങനെ പറ്റത്തില്ല. ഒരു സ്പേസ് ഞെക്കുമ്പോഴേ അത്ര മുകളിലോട്ട് പോകും. ഒരു സ്പേസ് ഞെക്കണ്ട കേട്ടോ. അതായത് ജസ്റ്റ് എ ഞെക്കി അങ്ങ് ഓട്. എ ഞെക്കി ഓടിയിട്ട് താഴോട്ട് പോകുമ്പോ സ്പേസ് ഞെക്കും. അത്ര അങ്ങനെ അടിച്ചോണ്ട് പോയിട്ട് സ്പേസ് അടി അങ്ങനെ അടിച്ചിട്ട് അതന്നെ സ്പേസ് കണ്ടല്ലോ. അടുത്ത സ്പേസ് ഇങ്ങോട്ട് താഴോട്ട് വരണം. സൂപ്പർ അളിയാ, സൂപ്പർ അളിയാ. ഏതാ അളിയാ സ്പേസ് സ്പേസ് താഴോട്ട് മതി. പോയിട്ട് സ്പേസ് അളിയാ പ്രസ് ചെയ്ത് ടെൻഷൻ ആക്കലടാ പ്ലീസറാ. നാളെ ബ്രെയിൻ ഒരു കളയപ്പില്ല. അളിയാ സ്പേസ് പ്രസ് ചെയ്ത് ആ സ്വിച്ചിൽ ചാടും. ക്യാരക്ടർ കാണുന്നില്ല. അതുപോലെ തിരിച്ചു ചെയ്യണം കേട്ടോ. ഏറ്റവും ലെഫ്റ്റ് ആണ് ക്യാരക്ടർ. മേലിരിക്കുന്ന ടോപ്പിൽ അതാണ് സ്പേസ് പ്രസ് ചെയ്ത് അതിൽ പോണം. മനസ്സിലായി? ഏതില്? മറ്റേ ഇനി ഇവിടുന്ന് പറഞ്ഞല്ലോ ദൈവമേ. അയ്യോ ചെക്ക് പോയിന്റ് ഇല്ല കേട്ടാ. അപ്പൊ ഇതൊക്കെ മറന്നുപോയി. ഉറപ്പാ ഇത് മറന്നുപോയത്. ഒരുത്തൻ ചാറ്റിൽ അണ്ണാ ഡോർ റൈറ്റിലോട്ട് പോയി. ആ റൈറ്റ് ഡോർ വഴി നേരെ പോയി. ശരിയല്ലേ? അതിനാണ് ഈ PC അടിച്ചങ്ങ് പൊട്ടിച്ചതാണ്. അതാണ് ഇത്രയും കളിച്ചുകൊണ്ടായിരുന്നു. അല്ലല്ല എവിടെയെങ്കിലും എത്തിയ പറ്റും. അങ്ങനെ പറ്റുമോ? ഞാൻ പറയാം. ഇല്ല പറ്റൂല. അങ്ങനെ പറ്റൂല. മിഡ് എയർ ചെയ്യാൻ പറ്റൂല. പറ്റത്തില്ല. അങ്ങനെ പറ്റത്തില്ല. അവൻ അത്ര മണ്ടനല്ലെന്ന് കേട്ടോ. കറക്റ്റ് മറന്നു പോകുന്നുണ്ട്. അത് പറഞ്ഞു കേട്ടോ കറക്റ്റ്. അതങ്ങനെ അതായത് താഴോട്ട് ചാടിയിട്ട് സ്പേസ് നിൽക്കും. നേരത്തെ ഇതുപോലെ ഓടി താഴെ പോകുമ്പോ സ്പേസ് നിൽക്കും. താഴോട്ട് പോട്ടെ. താഴോട്ട് വീട്ടെ കേട്ടാ. എന്റെ ബ്രെയിൻ വർക്ക് ആവുന്നില്ല. ജസ്റ്റ് എ മാത്രം ഞെക്കി താഴോട്ട് പോകുമ്പോ ഇനി വിട്. എത്ര വിട് ഒന്നുകൂടെ. വിടടാ. പിടിച്ചോണ്ടിരിക്കണ്ട നീ. കരിങ്കല്ലെ കണ്ടെടുത്ത് വെച്ചേക്കും. എന്റെ ബ്രെയിൻ വർക്ക് ആവണില്ലടാ. ശരത്തേട്ട എന്തായെന്തോ. അയ്യോ മ്യൂട്ട് ചെയ്തിട്ട് തന്തയ്ക്ക് വിളിക്കവിടെ. ഇനി എന്താ ചെയ്യട്ടെ? മ്യൂട്ട് അടിച്ചു. ഇനി റൈറ്റിലോട്ട് പോയിട്ട് ചാട്. റൈറ്റിലോട്ട് മുകളിലുള്ളത് പിടി. എടാ എന്നെ ആരെല്ലാം രക്ഷിക്കടാ ഇതിന്ന്. നമ്മളിങ്ങനെ അവിടെ കണക്ക് തന്നെ എഴുതി തുടങ്ങി. 41 എന്താ ചത്തന്റെ കണക്കാണോ? ായോ വന്ന് താഴ്ത്തു പോകണോ? ഇത് ഇവിടെ പോലും പോണില്ലടാ. ഒന്ന് ചില്ലായിട്ട് ഒന്ന് പെതുക്കി ചിന്തിച്ച് കുറച്ച് ചിന്തിക്കും. എന്നിട്ട് ആലോചിക്കും എവിടൊക്കെയാ ചെയ്യേണ്ടത്. ഇത് കറക്റ്റ്. അത്രേ ഉള്ളൂ. അങ്ങനെ സ്പേസ് അടി. താഴെ അതെങ്ങനെയാ താഴെ വന്നു കേട്ടോ. കട്ടയിൽ പോയി വീണേ. വലിയ ബോക്സിൽ പിടിക്കണം. റൈറ്റ് പറ്റിച്ച് കഴിവേറി. അതെന്താ ചാടിയില്ലടാ കറക്റ്റ് ആയിട്ട്.
ഓക്കെ 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 അത് സൈസ് വഴി പൊങ്ങത്തില്ലേ? എടാ താഴോട്ട് എടാ അത് നിങ്ങൾ പറയണ പോലെ അത്രക്ക് എളുപ്പമല്ലടാ. ഓക്കെ പ്രസ് ചെയ്ത് അങ്ങനെ ഓട്. ജോക്കിയുടെ വിവരമൊന്നുമില്ലല്ലോ. ഹേമന്ത്രോ ഇല്ലില്ല, നിർത്തിപ്പോയി. അടിച്ചു പോയി. ലാപ്പിൽ കളിക്കാൻ വരാന്ന് തോന്നി നാളെ. ഈസി പോയി. എടാ ഇത് മുകളിലോട്ട് അളിയാ സ്പേസ്. എടാ ഞാൻ ഇത് ലൈവ് കഴിഞ്ഞിട്ട് ഒന്ന് വിളിക്കുന്നുണ്ട് കീരി നിന്നെ. എനിക്ക് പേഴ്സണൽ ആയിട്ട് കാര്യം പറയാൻ സംസാരിക്കുന്നുണ്ട് കുറച്ചു നേരം. എന്ത് കോപ്പിലെ ലൈവിന്റെ ഇടയിൽ ഇതൊക്കെ പറഞ്ഞു. എനിക്ക് പേഴ്സണൽ ആയിട്ട് നിന്നോട് സംസാരിക്കണ്ടേ? ഞാൻ ഒന്ന് വിളിക്കാം. അളിയ നേരെ കേറി. സ്പേസ് അടി, സ്പേസ് അടി. എടാ സ്പേസ് അടിക്കുമ്പോ മേലോ നീ ഒരു കാര്യം ചെയ്യ്. എഴുതി അവിടെ നിന്നിട്ട് സ്പേസ് അടിച്ചാ മതി. സ്പേസ് അടി, സ്പേസ് അടി. അങ്ങനെ സ്പേസ് അടി. വെയിറ്റ് വെയിറ്റ്, നിക്ക് നിക്ക്. വെയിറ്റ്, അങ്ങനെ അടിയിൽ ചാടി. ഇനി സ്പേസ് അടിച്ച് അടിയിൽ ചാടി. ഇനി നേരെ വലിയ ബോക്സിൽ പിടിക്കണം. ഇനി നേരെ അടിയിൽ പിടിക്കണം. മനസ്സിലായി? ഇത് പോയ പിന്നീട് അടിയിൽ പിടിക്കണം. ഇത് പോവൂലേ? ഏതില് പിടിക്കണോന്ന്? അല്ലെ അടിയില് നമ്മള് വന്ന പ്ലേസ് ഉണ്ടല്ലോ. എന്താ ബാബു കേട്ടില്ല? ലെഫ്റ്റിലോട്ട് പോ. ബാബുന്റെ ബുദ്ധി. ഇനി ബാബു വേണേ ബാബുന്റെ ലെഫ്റ്റിലോട്ട് പോ. മേലോട്ട് ചാടി ലെഫ്റ്റിലോട്ട് പോ. എന്നിട്ട് നല്ല ലെഫ്റ്റിലോട്ട് പോ. ലെഫ്റ്റിലോട്ട് തന്നെ പൊക്കോണ്ടിരി. വിടല്ലേ, കൈ വിടല്ലേ. ഇതുവരെ കഴിഞ്ഞില്ല. എനിക്ക് വേറെ കളി കിട്ടി, ഞാൻ ഇപ്പൊ വരാവേ. ശരി. ഈഗിൾ ബ്രോ, ഇത് ഗ്രാവിറ്റി മാറ്റാൻ പറ്റത്തില്ലേ? ഈഗിൾ ബ്രോ, ഞാൻ കാര്യം പറയട്ടെ. ഈഗിൾ ബ്രോ കാര്യം പറ, ഗ്രാവിറ്റി മാറ്റാൻ പറ്റത്തില്ലേ? അപ്പൊ റൈറ്റിലോട്ട് തന്നെ പോയി ഗ്രാവിറ്റി മാറ്റിയാ പോരെ മേലോട്ടാക്കിട്ട്. അതിന് മനസ്സിലല്ല, പറ ജോക്കി. അതെ, നേരിട്ട് വാതിലോട്ട് പൊക്കൂടെ? ഗ്രാവിറ്റി മാറ്റി അങ്ങോട്ട് ഗ്രാവിറ്റി മാറ്റിട്ട് നേരെ വാതിൽ കൂടെ പോടാ, ഇപ്പുറത്തോട്ട് പോടാ. ഇനി ഗ്രാവിറ്റി ഇപ്പൊ ഇവിടെ നിന്നോണ്ട് ഗ്രാവിറ്റി മാറ്റി. ഇവിടെ പോയിട്ട് ചാടി ഗ്രാവിറ്റി. അതന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞു. ഇപ്പൊ ഗ്രാവിറ്റി മാറ്റി. ഇപ്പൊ ഗ്രാവിറ്റി മാറ്റിയേ. സൂപ്പർ. എന്താ നിങ്ങൾക്ക് എന്തോ പറയുന്നേ? ഒരാളായിട്ട് എല്ലാം കൂടെ പറഞ്ഞു ബ്രെയിൻ എല്ലാം കൂടി ഊരി പോകും. ഡി പ്രസ് ചെയ്തിട്ട് ഫസ്റ്റ് ഒരു സ്പേസ്, നെക്സ്റ്റ് ഒരു സ്പേസ്, അങ്ങനെ ഗ്രാവിറ്റി കൺട്രോൾ ചെയ്തിട്ട് ആ ഡോറിൽ പോകണം. എടാ നീ അണ്ടിക്കണ്ണനാണ്. ഞാൻ സ്പേസിൽ ഞെക്കിയ നേരെ മേലോട്ട് ഇങ്ങനല്ല പോവുള്ളൂ. സ്പേസ് അടിക്കുമ്പോ വരൂല അടിയില്. ഇല്ല, അതെന്താ വരാത്തെ? ജോക്കി ഇതാണോ വരുമല്ലോ. എന്ത് വരൂല്ല. ഞാൻ ലൈവ് ആണോ നിന്റെ കാണുന്ന? എങ്ങനെ വരും? ഇപ്പൊ നീ ഉദ്ദേശിച്ചത് ഇല്ല, അത് അവിടുന്ന് ചാടി കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ അങ്ങനെ അവിടെ തന്നെ നിക്കുള്ളൂ. ഓ, മേളിൽ പോകുന്നല്ലേ? അപ്പൊ ആ സ്വിച്ച് അടിയാ. സ്വിച്ചിന് ഒരു ഓപ്ഷൻ. എടാ തീട്ടവേ പോടാ. അളിയാ നമ്മളൊരു ബാബുസിന്റെ ഒരു ഇത് മറക്കരുത്. ഡി ഏഞ്ഞൊക്കെ ഓടി. ഏനൊക്കെ ഓടി. സൂപ്പർ അളിയാ, സൂപ്പർ. അത്രേ ഉള്ളൂ എന്റെ മോനെ. ജോക്കി കംപ്ലീറ്റ് ചെയ്തു തോന്നുന്നു. ജോക്കിരോ ഇവിടെ സ്പേസ് നോക്കി ഇതായിട്ട് നോക്കി. അത്രേ ഉള്ളൂ. ഞാൻ ഇപ്പൊ ഗ്രാവിറ്റി ഓഫ് ആയില്ലേ? ഇനി ചാടി ചാടി പോവാൻ പറ്റുമോ? ഇല്ല ഇല്ല ജോക്കി, അങ്ങനെ പറ്റൂല ജോക്കി. ഞാൻ ഈ ലെവൽ എത്തിയില്ല. ഞാൻ അങ്ങ് നിർത്തി ഇടയ്ക്ക് വെച്ചിട്ട്. നന്നായി. ഞാൻ ആഹാരം കഴിക്കാൻ പോയി. നല്ല തീരുമാനം. എന്താ കഴിച്ചു ജോക്കിരോ? എന്താ കഴിച്ചു? ഞാൻ ഇവിടെ എത്തി. ഇനി എന്ത് ചെയ്യണം? അളിയാ ഞാൻ പറഞ്ഞ അങ്ങനെ സ്പേസ് പ്രസ് ചെയ്ത് മറ്റേ അടിയിൽ നേരത്തെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് നടന്നേ. ലെഫ്റ്റ്. ചാവേ അതെയാവും. ജോക്കി ഒരു കള്ളനാ ജോക്കി. ജോക്കി ബ്രോ ഞാൻ ക്രാക്ക് ചെയ്യാൻ പോണേ. എത്ര ആയിട്ട്? എന്താ എന്നെ പറഞ്ഞ ഞാൻ പറയാം. എനിക്കൊന്ന് ആ സാധനം വരുന്നതിന് മുമ്പ് ചാണ്ടായിരുന്നു കേട്ടോ. ആ സാധനം വരുന്നതിന് മുമ്പ് ഓടണം. വരുന്നതിന് മുന്നേ ചാടാൻ പറ്റും. സ്പേസ് കിട്ടും. ചാടി നോക്കാം. എന്തിനാടാ മൈര ഇനി സ്വിച്ച് പ്രസ് ചെയ്യുന്നേ? ജോക്കി അടുത്തത് വരണ്ടേ? ജോക്കി അടുത്ത് അതില് പിടിക്കണ വിട്ടുപോല്.
അത്രേ ഉള്ളൂ. എത്ര 60 70 എത്ര പ്രാവശ്യം ഏടാ എത്ര പ്രാവശ്യം ചത്ത് guys? എത്ര പ്രാവശ്യം? ഇതിനാ ആവശ്യമില്ലാത്ത ഓരോ 78 ആ? അളിയാ 72. എടോ എങ്ങനെയൊന്നും പറയല്ലേ, കുറച്ച് കഴിഞ്ഞ് എനിക്കൊരു കോള് വരും. സിമ്പിൾ ആണ്. പിന്നെ സൂപ്പർ. ഓക്കെ ലെഫ്റ്റ് ചാടി ലെഫ്റ്റ്. ഓ ജസ്റ്റ് സെറ്റ് ഈസി. ഇത് പെട്ടെന്ന് മറ്റേ കട്ടിങ്. ഓ പെട്ടെന്ന് അളിയാ സ്പീഡായിട്ട് പട്ടപ്പട്ട വന്ന് സ്പീഡായിട്ട് പട്ടപ്പട്ട. എടാ ഇവിടെ അല്ല സ്പീഡ്, മുകളില്. മേളിലളിയാ മേളില് സ്പീഡ്. ഇതിൽ സ്ലോ ആയിട്ട് പോയാൽ മതി. ഇതില് പതുക്കെ നോക്കി പോയാ മതി. അപ്പൊ സ്പീഡ് പൊക്കോണേ. എടാ പോടോ. അപ്പൊ സ്പീഡ് ഇവൻ കരുന്നേറ്റ മേടിച്ച് എല്ലാം കൂടെ മിഫാവും കേട്ടാ. എടാ ഇനി 2 ലെവലൂടെ. ഓഹ് ഏതാ ഇത് ഈസിയാ. ഇപ്പൊ തന്നെ ഒന്ന് കംപ്ലീറ്റ് ആയി. ഓക്കെ. എടാ അതവിടെ വരും. അതവിടെ വരും. സൂപ്പർ. ഇതൊക്കെ എന്തോന്നറിയാ. ഇത് തന്നെ ഓടുവാ ഇപ്പൊ. അത് മറ്റേ ഇത് എസ്കലേറ്റർ പോലെ സ്ലൈഡ് ചെയ്യുന്ന കേട്ടാ. എസ്കലേറ്റർ പോലെ മൂവ്മെന്റ് കണ്ടുപിടിക്കണം കേട്ടാ. ഇതെങ്ങനെ ആ സ്പീഡിൽ അങ്ങനെയാ പോയി ചാടി. ആ സ്പീഡിൽ അങ്ങനെ ചാടി. ഏത് ഇതെന്തോ സൗണ്ട്. നോക്കിപ്പോ വരും. ചാടി ആ സ്പീഡിൽ പോയി ചാടി. സൂപ്പർ നല്ല കളിയാ, നല്ല കളിയാ. നമ്മളെ പറ്റിച്ചളിയാ. നേരത്തെ നമ്മൾ ചാടി. താഴത്തെ മൗസ് പോയി. താഴത്തെ പോയിന്റ് പോയി. കറക്റ്റ്. താഴത്തെ മൗസ് പോയിന്റ് എടുത്ത് മാറ്റണ്ട. പിന്നെ വന്നാലോ. 2 പ്രാവശ്യം കാണാൻ തന്നെ. സൂപ്പർ. എടാ എന്നെ പോലെ ഗ്രാവിറ്റി ഇൻവിസിബിൾ ആയിരിക്കും മറ്റേ. സൂപ്പർ. പറന്നോണ്ടിരിക്കുന്ന ലെഫ്റ്റ് സൈഡില് വന്ന് അത് വരൂല. അത് എൻജോയ് ചെയ്ത് ഇങ്ങനെ പോന്നളിയാ. ചാടിക്കോ റൈറ്റിലല്ലായിരുന്നടാ. പോയി നമ്മള് ഭൂമി മിഡ് സ്ട്രൈഫ് ചെയ്യണം കേട്ടാ. മുമ്പേ പോണായിരുന്നു. മിഡ് ആയിരുന്നു തന്നെ സ്ട്രൈഫ് ചെയ്തതായി. അത് വന്നില്ലടാ. പിന്നീട് വന്നില്ലേ. ടൈമിംഗ് ഉണ്ട്. ചാട് നല്ലോണം ചാടാ. നല്ല പൊങ്ങി ചാർന്ന്. ഇനി മുകളിൽ പോയിട്ട് അത്രേ ഉള്ളൂ. ഇനി എന്താ ദൈവത്തിനറിയാം. അതുകൊണ്ട് എടാ റൈറ്റിലോട്ട് പോടാ. എടാ ഒന്ന് രഘുലെ നീ ഒന്ന് മിണ്ടാതിരിക്കോടാ കുറച്ചു നേരം. ടെൻഷനാക്കുവാ നീ, ടെൻഷനാക്കുവാ. ഇല്ല ഒന്നുകൂടെ വെയിറ്റ് ചെയ്യണം. ഓക്കെ എനിക്ക് മേളിൽ ചെല്ലുമ്പോ അത് ഉടായ്പ മാറുമായിരിക്കും കേട്ടാ. ഉടായ്പ മാറും തോന്നുന്നു. അത് വന്ന പോലെ അത് പൊങ്ങിച്ചാർന്ന കേട്ടോ. അയ്യോ ഇത് എന്ത്
ആ ട്രാപ്പ് പറഞ്ഞത് ചേട്ടാ അത് തന്നെ. ഈകൾ ഇതുപോലെ വേറൊരു സാധനം ഞാൻ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. വേണ്ട 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 ഇതോടെ നിർത്തി. DM ൽ അയക്കാം. കേട്ടോ ഈകളെ, ഗ്രാഫിക്സ് ഇല്ലെന്ന് പറഞ്ഞവർക്ക് വേണ്ടി ഞാൻ ഗ്രാഫിക്സ് ഉള്ള വേറൊരു സാധനം തപ്പി വെച്ചിട്ടുണ്ട്, തരാം. കണ്ട ഇത് അടങ്ങി നിൽക്കൂല കണ്ട ഐറ്റം വരും. ഇല്ല പോത്തുള്ളത് മേളിലോട്ട് നിക്കാൻ പറ്റില്ല, അത് നിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞുതരാം, അത് ചുരുങ്ങുമ്പോ ചാടിയാ നിക്കാൻ പറ്റും. ഇതെന്താ ഗെയിം പോയി സ്റ്റാർട്ട് ചെയ്യണം. മനസ്സിലായില്ലേ? അത് ചുരുങ്ങുമ്പോ പെട്ടെന്ന് വന്നില്ല, വന്നു ചുരുങ്ങുമ്പോ പെട്ടെന്ന് ചാടണേ അതില്. എന്ത് ചുരുങ്ങുമ്പോ? ഞാൻ പറഞ്ഞു ഇതല്ല ഇതല്ല Right, right, right. ചുരുങ്ങും, ഇത് ചുരുങ്ങുമല്ല, ഇത് ചുരുങ്ങുമ്പോ ചാടണം. അയ്യോ ടൈമിങ് അപ്പൊ അത് തീരാ നേരത്തെ ചാടിയാ ചേട്ടാ, അത് തീരാ നടുക്ക് നിന്നാ മതി അതിന്റെ. മറന്നു ഇടയ്ക്കൊന്നും മറന്നു, പിന്നെ തിരിച്ച് ആലോചിച്ചെടുത്താ. സത്യം. എടാ പോടാ, അത് വരുന്നില്ല. പറന്നിറങ്ങി. ഞാൻ പറഞ്ഞുതരാം അളിയ, മറ്റാ വെട്ടുന്ന ഒരു സാധനം വരുമല്ല, ആ ടൈം നമ്മൾ ചാടുന്നു. വെട്ടുന്ന സാധനം വരുമ്പോ ഡി അടിച്ച് ഓടിയാ മതി, മനസ്സിലായ? ഇതല്ല ഇതല്ല, ആ ചുരുങ്ങുമ്പോ ചുരുങ്ങട്ടെ. തീർന്നില്ലല്ലോ പറഞ്ഞ പോലെ. സ്പീഡ് പറഞ്ഞു എന്താ സംഭവം? അത് ഞാൻ സർവയോ ഈസി. ഇനി ഇവിടെ തിരിച്ച് പുറകെ വരില്ല കേട്ടോ. നേരെ ഓടിക്കണേ, ചിലപ്പോ പുറകെ ആയിരിക്കും വരുന്നത്. അവര് വെയിറ്റ് ചെയ്ത ഇത് രണ്ടാമത്തെ അടിച്ചോണേ. എവിടെ ഓടിയാലും സ്പീഡായിട്ട് ഓടുന്നു, ഒന്നും പ്രസ് ചെയ്യല്ലേ. ഓക്കെ, ഈകളൊന്നും മിണ്ടില്ല, അടഞ്ഞ് ലേറ്റായി തോന്നുന്നു കേട്ടോ. കുണ്ടി രണ്ട് വെട്ടായിരുന്നു കുണ്ടിക്ക്. ഇപ്പൊ ഇപ്പളന്നു പോയി. എടാടാ അടിച്ചോണേ. എങ്ങോട്ട് സൈഡ് ഓടണം, അടിച്ച് ഇപ്പൊ ഓടുന്ന പോലെ അത് പ്രസ് ചെയ്തിട്ട് അടിച്ച് ഓടണം, മനസ്സിലായോ? സ്പേസ് ഒന്നും പ്രസ് ചെയ്യാൻ പാടില്ല ഓടുമ്പോ. പറഞ്ഞപ്പോ സ്പേസ് ആണേ. ഓക്കെ, എടാ അവിടെ ഉള്ളത് അറിയത്തില്ലേ? എടാ ഞാൻ സത്യമായിട്ടും കീരി നിന്നെ അടിക്കുന്നത് കഴിഞ്ഞിട്ട് ഇത് അവിടെ വണ്ടി എടുത്തോന്ന് അടിക്കുന്നതിനെ തിരുവനന്തപുരത്ത് ഒരു സംശയമില്ല. ഞാൻ പറയട്ടാ, ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്യാതിരുന്നാലേ മതി. ഇല്ലടാ ഇല്ല, ഇത് കറക്റ്റ് ഇറങ്ങ. ഞാൻ അപ്പുറത്ത് എനിക്ക് മനസ്സിലായി എനിക്ക് ഒന്ന് പ്രസ് ചെയ്യണ്ട, എയും പ്രസ് ചെയ്യണ്ട, ഡിയും പ്രസ് ചെയ്യണ്ട. എടാ ഒന്നും പ്രസ് ചെയ്യണ്ട, ഒന്നും പ്രസ് ചെയ്യണ്ട. ഈകളെ വെട്ടോ അല്ലെ ഒന്നും പ്രസ് ചെയ്യണ്ട, അത് സ്വിച്ച് പ്രസ് ചെയ്തിട്ട് കൈയെടുക്ക്. എന്നാലേ പ്രസ് ചെയ്താലേ നടക്കുള്ളൂ. ഇത് എന്തേലും നടക്കൂടാ? ഇത് തീരാറായി. ഫൈനൽ ബോസിന്റെ അടുത്ത് എത്തി.
ഫൈനൽ ബസ്. ഇതെന്താ അല്ല ഇതെന്ത് അളിയ വെയിറ്റ് വെയിറ്റ് ചെറുതാവും തോന്നുന്നു. സ്ട്രാറ്റജി ഇല്ല എനിക്കൊന്ന് അതിന് ചിലപ്പോ അത് ചാവത്തില്ലായിരിക്കും. ചാടി നോക്കും എന്തായാലും. അതാണ് സ്വിച്ച്. ആ റൈറ്റ് സൈഡ്. ഓ ചെറുതാണ്. ഓ ചെറുതാവും റെഗുലർ സാധനം. അളിയ സ്വിച്ച് ഫേക്ക് എടാ, ഒരു സ്വിച്ച് ഒരു ഫേക്ക് ചെയ്തോടാ അത്. റൈറ്റ് നിക്കണം. റൈറ്റ് പോയല്ലേ? ആ അങ്ങനെ നിന്നാ മതി. ഓക്കേ. ആ വിട്ടു. Fucking go. സൂപ്പർ അളിയ. ഈസി. ഇത് നേരെ ചാട്. ചാടാൻ പറഞ്ഞ ഇത് അങ്ങോട്ട് അടുത്ത് റൈറ്റ് ചാടാൻ പറ്റൂല അളിയ. അളിയ റൈറ്റ് പറ്റൂല 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 പറ്റൂല. പറ്റൂല. ണോടാ കീരി നീ. പിന്നെ ചാടുന്നേ. രഘുലെ നീ പയ്യെ സംസാരിക്കേ. എന്റെ അമ്മൂമ്മ ചോദിച്ചു മനസ്സിലായേ, എനിക്ക് മനസ്സിലായേ. ഇത് ഈസിയേ. ആരും ഉണ്ടല്ലേ മനസ്സിലായി. ജോക്കിയൊക്കെ ഡിസ്ട്രാക്ട് ചെയ്യോ? ജോക്കി മിണ്ടല്ലേ ജോക്കി, ഡിസ്ട്രാക്ഷനാ ജോക്കി. പാട്ട് ഡിസ്ട്രാക്ഷൻ. ഈഗിളിന് മനസ്സിലായി. അളിയ ഒരു സ്ട്രാറ്റജി പറ നോക്കട്ടെ. അടുത്ത് നേരെ മേളില് കാരണം തിരിച്ച് മനസ്സിലായ. എടാ കുണ്ണേശ അതിന്റെ മോളിൽ കേറിയിട്ട് ചാട്. ആ ചാട്. ആ ആ ആ എടാ മരമൊണ്ണെ ഇപ്പുറത്ത് ചാട്. ജോക്കി ടെൻഷൻ ആകരുത് ഇപ്പൊ പോകും. അടിച്ചു പൊട്ടിക്കോ ജോക്കി. ട്രിഗറാക്കി എല്ലാം പൊട്ടിക്കും. ഈ ലാസ്റ്റ് കാടി ചാടാൻ പറ്റൂല. പറ്റും. അവിടെ നിക്ക്. അത്രേ ഉള്ളൂ. ഇനി ഇങ്ങോട്ട്. ഇനി ചാടി ഡി അടിക്കണേ. എടാ അടുത്ത് വരട്ടടാ. അടുത്ത് വരട്ടത്. അതെ സ്പേസ്. എടാ ഗണപതി അമ്പലത്തിൽ തേങ്ങ ഉടക്കുന്ന കണക്ക് ഇങ്ങനെ താഴെ വീടായിരിക്കാവോ? അത് നല്ലൊരു തമാശയല്ലായിരുന്നു. ചിരിക്കാൻ ഞാൻ സൂപ്പർ. നീല ചിരിക്കുന്നു വിചാരിച്ചു. ലെഫ്റ്റിലെ നല്ലത് വരുമോ? അളിയ ഇത് തീർന്ന കംപ്ലീറ്റ്. അളിയ അടിച്ച് അളിയ ഒരെണ്ണോടെ കേട്ടോ. ഫൈനൽ ബോസിന് മുമ്പ് ഒരെണ്ണോടെ. ആ ഇത് നേരെ അടിക്കണം. അതൊരു കുരിശാ. നീ തിരിച്ചു മോളോട്ട് പോയാ റൈറ്റ് സൈഡ് പോ. ഫുൾ റൈറ്റ് സൈഡ് പോ. ഫുൾ കൊല്ലിക്കാൻ കൊണ്ടോ കേട്ടോ. എന്റെ നീ അങ്ങനെ എളുപ്പത്തിൽ നിർത്തിട്ട് പോകണ്ടതാന്ന്. ലെഫ്റ്റോട്ട് അവിടെ ബെയിറ്റ് ചെയ്തിട്ട് ലെഫ്റ്റോട്ട് പോകും. ബെയിറ്റ് ചെയ്തിട്ട് ലെഫ്റ്റോട്ട് പോകും. ആ അല്ല പിന്നെ വീണ്ടും ഒരു ബെയിറ്റ് വരുമോ എന്നൊരു ഡൗട്ട്. ലെറ്റ്സ് ഗോ. എടാടാ സെയിം കളി. സിമ്പിൾ ആയിട്ട് തീർക്കാം. സിമ്പിൾ ആട്ടാ. എത്ര ട്രൈല്? അമ്പലക്കട്ട. എന്ത് ഡോജിങ് തിരിഞ്ഞു നടക്ക്. എളുപ്പമാണോ ഇത്? ഇത് ചാവത്തില്ല. ലാസ്റ്റ് എളുപ്പമാക്കി. ഇത് എളുപ്പമുണ്ട് കേട്ടോ. എളുപ്പമല്ല. ഡെവലപ്പർ നീ അങ്ങനെ ചാടണേ. മനസ്സിലായി. അവിടെ നിന്നില്ല. ഇതിന്റെ ഡെവലപ്പർ ആരാടാ? ഇതിന്റെ എന്ത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗെയിം ഉണ്ടായി. ഇല്ലടാ അത് ചാടുമ്പോഴാ അത് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യണ്ട. ജസ്റ്റ് ഏതൊക്കെ അങ്ങ് ഓടിക്കോ. ഫുള്ള് നടക്കും. ഏതൊക്കെ അങ്ങ് പോക്കോ. അല്ല അങ്ങനെ എന്തോ സംഭവം തോന്നുന്നു. അല്ലെ സ്പേസ് പ്രസ് ചെയ്ത് നോക്ക്. വരുമ്പോ എയറിൽ വരുമ്പോ സ്പേസ് അടിക്കാൻ പ്രസ്. നീ അവിടെ തിരിഞ്ഞു പോയേ. അത് ഓപ്പൺ തിരിഞ്ഞു പോകത്ത്. ഡി പ്രസ് ചെയ്ത് അവിടെ വെച്ച് ഡി പ്രസ് ചെയ്ത് തിരിയോ. സ്പേസ് വർക്കാവില്ല എയറില്. അത് ഓപ്പൺ ആവുന്നുണ്ട് കേട്ടാ. ലെഫ്റ്റ് ബെയിറ്റ് ചെയ്തിട്ട് തിരിച്ചു വരണം തോന്നുന്നു.
ഞാൻ ഇപ്പൊ ആ പറഞ്ഞുതരാം. ഇവിടുന്ന് തിരിച്ചു തിരിച്ചു അളിയാ, നിക്ക് എടാ അത് നിക്ക് കറക്റ്റ് ആയിട്ട് പോയതായിരുന്നു. ആ അല്ലല്ല അങ്ങനെ നേരെ കയറുമല്ല തിരിയണം നേരെ തിരിച്ചു പോയിട്ട് വരണം ലാസ്റ്റ് അതന്നെ അത്രേ ഉള്ളൂ ലെഫ്റ്റ് സൈഡ് ഇനി ചാടി ഇങ്ങനെ റൈറ്റ് പോണെ- സൈഡ് ഇറങ്ങണം. അല്ലെ, ആ, left ഇനി അത് side break right side ഇറങ്ങണം. ഇല്ലടാ അങ്ങനല്ല, അങ്ങനെ പറ്റൂല, അങ്ങനെ പറ്റൂല. എടാ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആയിരിക്കും വെയിറ്റ് ചെയ്തിട്ട് തിരിച്ചു കയറ് എന്നിട്ട് റൈറ്റിൽ കൂടെ തന്നെ പോകണം തോന്നുന്നു വന്ന വഴി തന്നെ തിരിച്ചു വരണം ആ, എന്നിട്ട് right ഈ side, right right വഴി side. വേണ്ട തിരിച്ചു വരണം. റൈറ്റ് വന്ന വഴി തിരിച്ചു വേണം അതാ പറഞ്ഞേ റൈറ്റ് വഴി തിരിച്ചു വേണ്ട വന്ന വഴി വേണം ആ, അത് തന്നെ അത് തന്നെ അത് തന്നെ അതില് അതെ correct ആയിട്ട് land ആയാ മതി. ആ, super. മനസ്സിലായോ? super. ആര്? എന്റെ ഏതാ bro. IQ, bro. ഭയങ്കര ബുദ്ധി Well, well. തകോ ഓക്കെ. ആളിയാ, ആ സീനാണ്, നീ സീനാണ്. ഇല്ല സത്യത്തിൽ ഇല്ലേ ചാർലി ഞാൻ ഇത് കണ്ടിട്ടില്ല എന്താണ് പ്രശ്നം? തമാശ ഈ- മൈൻഡ് ചെയ്യാത്തെ ഈകള് ചേട്ടാ സൂപ്പർ ആയിട്ട് ഇവരൊന്നും മൈൻഡ് ചെയ്ത് ഈ ഗെയിമിൽ അഡിക്റ്റ് ആയിട്ടിരിക്കുക അളിയ ചാടി നല്ല തമാശയായിരുന്നു. റൈറ്റ്. രഘുലിന്റെ ഈ അണ്ണാച്ചി വർത്താനം അങ്ങനെ അങ്ങനെ പോയിട്ട് ആ, സ്പീഡ് വേണം. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞ right. പെട്ടെന്ന് പറഞ്ഞ പെട്ടെന്ന് അളിയ പറഞ്ഞ പെട്ടെന്ന് ഒന്നും നോക്കല്ലേ, ഡിലേ ആക്കല്ലേ. ആ അളിയ ലെറ്റ്സ് വാക്കിംഗ് ഗോ. ഇതും തോന്നുന്നു ബോക്സ് വരും തോന്നുന്നു കേട്ടാ. ഇവിടെ മോളിൽ കയറി താഴെ ഇറങ്ങാൻ പറ്റില്ലേ? ഓക്കെ. അതെങ്ങനെ പോവളിയാ അപ്പൊ? പോള ചാട തിരിച്ചോട് ലെഫ്റ്റിലോട്ടോട്. ആ ട്രിഗർ ചെയ്ത് ലെഫ്റ്റിലോട്ടോട്. ആ ലെഫ്റ്റില് പോ, ലെഫ്റ്റില് ഫുൾ ലെഫ്റ്റില് പോ. Left ല് പോ. എടാ, full left. ഫുൾ ലെഫ്റ്റ് ചേട്ടാ വന്ന വഴി ഫുള്ള് പോകും ആ ട്രിഗർ ഇട്ടോ ട്രിഗർ ചെയ്തിട്ട് ലെഫ്റ്റ് പോട്. ട്രിഗർ ഓടി നടന്ന് ആ ലെഫ്റ്റിലോട്ടോ ഫുള്ള് വെക്കും അപ്പുറത്തെ വഴി വരും. ആ എന്നിട്ട് ഇവിടെ ഒരു വെയിറ്റ് വരാൻ വഴിയുണ്ട് എന്തെങ്കിലും എന്തെങ്കിലും വരും. കാണും ഇവിടെ അതൊന്ന് ട്രിക്ക് ചെയ്തോ മനസ്സിലായ ബേറ്റ് ചെയ്തിട്ട് റൈറ്റിലാവണം. കാണാം അവിടെ വഴി തിരിയാൻ ആ അത്രേ ഉള്ളൂ കുണ്ടി മുളത്തി ഓടി കണ്ടുപിടിച്ചോ ഞാൻ ഒരു റീലിൽ കണ്ടതാ കളിച്ചു നോക്കിയതിന് ശേഷം. ഓടിക്കോ ശരത്തേട്ടനെ വെച്ചിരുന്നായിരുന്നു. പകുതിക്ക് വെച്ച് പകുതിക്ക് വെച്ച ഡിസിഷൻ മാറ്റി ഞാൻ പകുതിക്ക് വെച്ച് മാറ്റി കളഞ്ഞു ചോക്കി. മാറ്റി അതാ ഇടയ്ക്ക് വെച്ചൊന്ന് ഡിലേ ആക്കി കളഞ്ഞു. കുണ്ടി കൺഫ്യൂസ് ആയി. അല്ല നീ അത് ട്രിഗർ ചെയ്യേണ്ട ആവശ്യമില്ല. ലെഫ്റ്റ് അങ്ങ് ഓടി പോരെ. എടാ ഇവിടെ നീ ലെഫ്റ്റ് റൈറ്റ് ഓടിയാ മതി. ലെഫ്റ്റ് പോകേണ്ട ആവശ്യം ഇല്ലെന്ന് തോന്നുന്നു. ലെഫ്റ്റ് പോയാലേ മറ്റേ ട്രിഗർ ആവത്തുള്ളൂ മൊണ്ണെ. എടാ നിങ്ങൾ എന്തിനാ ഇങ്ങനെ മണ്ടത്തരം കാണിക്കണേ? ഞാൻ ഒരു കാര്യം കാണിക്കട്ടെ, നിങ്ങൾ ഇങ്ങനെ മണ്ടത്തരം കാണിക്കാതെ. അളിയ റൈറ്റ് പോകാൻ പറ്റൂല അങ്ങനെ. ഞാൻ പറഞ്ഞേ ഇതാ കണ്ട നല്ല കാര്യമുണ്ട്. എടാ തിരിച്ചു പോടാ ഇനി പോട്ടാ. ജോക്കി തിരിച്ചെന്തിനാ പോണേ? മേലോട്ടല്ലേ? തിരിച്ചെന്തിനാ പോണേ? അതിന്റെ ആവശ്യമില്ല. അതെപ്പോ വരും? നീ തിരിച്ചു പോ ചടി 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 ദേ, അത്രേ ഉള്ളൂ. അളിയ ഇത് യാതൊരു അളിയ. ഫൈനൽ ബോസ്, ഫൈനൽ ബോസ്, ഫൈനൽ ബോസ്. അമ്പോ താമടി താമടി. നേരെ അങ്ങ് പോയാ മതിയോ? ആ പോ Left ഓടണം, ഓടറാ. ചോക്കി അത് പോയാ മതിയെന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു. തിരിഞ്ഞോട്. ആ അപ്പൊ അവിടെ ഒരു സാധനം വരും പൊങ്ങിക്കാനായിട്ട്. ഇപ്പൊ റൈറ്റ് സൈഡിൽ ഓടണേ. ആ അളിയ റൈറ്റ് സൈഡ് ഓടണം, മനസ്സിലായ? അടുത്ത് വെയിറ്റ് എനിക്ക് മനസ്സിലായി. ഓക്കെ തിരിഞ്ഞോണേ. അവിടെ നിക്കണേ. ഓ അളി ഏത് കളി ഇപ്പൊ വന്നാലും തോന്നുന്നു കേട്ടോ. ഫൈനൽ വാസ് അളിയ അളിയ പറ്റിച്ചവൻ. നമ്മളെ ഊമ്പനാക്കി ഊമ്പൻ. എന്റെ ദൈവം. എന്താണ് അത് കോമഡി? ഊമ്പനാക്കി നമ്മള്. അവിടെ താഴെ പോവേ. അവ നീങ്ങുവേ. ആ ഓക്കെ തടിയോ. അമ്പോ ഓക്കെ ഓക്കെ
എന്തൊക്കെ സംഭവിച്ചപ്പോ? ഓക്കെ, ഇത് വിചാരിക്കാൻ പോലും പറ്റില്ല. അതിന് മുന്നേ എന്തൊക്കെയാ നടന്നവിടെ? ഓക്കെ, അയാളാ അവിടെ നിക്കണം കേട്ടോ, അവിടെ മൗസ് വെച്ച്. തീർന്നാ ഇതെന്ത് ചെവിന്റെ കൂടെ കടിയേക്കുന്ന ഒരാള്. എന്ത് കളി കളിച്ചളിയാ ഈകളെ. ഇതിനൊരു അവസാനം ഇല്ലയോ? ഓക്കെ, മൂന്നാമത്തത് മുമ്പനായിരുന്നു കേട്ടാ. ഇതിൽ അങ്ങനെ ഇരിക്കാൻ പോകുന്ന മൂന്നാമത്തെ എടാ അത് അത് നേർച്ചയാണ്, അവിടെ എപ്പോഴും തട്ടണം. അയ്യോ ഓർത്തില്ല, അതിന്റെ കാര്യം മറന്നു പോയിട്ടാൻ. ഒറ്റ ട്രൈ. ഇതില് കളിയാ, ഇതില് ചാവാൻ പാടില്ല. സൂപ്പർ കളിയാ, ഇതില് ചാവാൻ പാടില്ല. ഈസി ഈസി കളിയാ, ഈസി ഈസി. വന്നില്ലടാ അളിയാ, പെട്ടെന്ന് തന്നെ മറ്റേ ഡി അടിച്ച് പോവാൻ നോക്ക്. പെട്ടെന്ന് തന്നെ ഡി അടിച്ച് പോവാൻ നോക്ക്. ഈസി ഈസി. അവിടെ ഇരുന്ന് പറഞ്ഞോണ്ടിരിക്കുക എളുപ്പമാണ്. അവിടെ ഇരുന്ന് പറയാൻ ഭയങ്കര എളുപ്പമാട്ടാ. ഇത് എന്ത് സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. ഇങ്ങനെ ഒരു ഗെയിം അവർ അത് ടൈമിംഗ് ആണ് കേട്ടോ. കറക്റ്റ് ആ ഒരു എൻഡിൽ പോയിട്ട് കറക്റ്റ് ചാടണം. ചെറിയൊരു സെക്കൻഡ് പോലും വിട്ടു അവിടെ വിട്ടു. ഓക്കെ ഓക്കെ, ജസ്റ്റ് അത് കറക്റ്റ്. അല്ലാളെയാ, ഒരു സെക്കൻഡ് വൈകിയടാ. ഇത് ആരാടാ ഇത് കണ്ടുപിടിച്ചത്? അതില് ചാടണമെന്നല്ലോ, നേർച്ചയുണ്ടോ? എടാ ഞാൻ ആ മേളത്തെ ഗ്യാപ്പ് എപ്പോഴും ആ പേഷ്യൻസ് പോകുമ്പോഴേ ജസ്റ്റ് ഒന്ന് ചില്ലടാ, പേഷ്യൻസ് ആയിട്ട് കളിക്ക്. എന്നാ ഞാൻ ഏതെങ്കിലും ഹോസ്പിറ്റലിലോട്ട് പോട്ടെ. ഒരു മിനിറ്റ്. അഡ്മിറ്റ് ആയിട്ട് എവിടുത്തെ പേഷ്യൻസ് ആണ്? ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്നവരോ, എങ്ങനെയാ പനി വന്നവരോ, ഏത് പേഷ്യൻസ് ആണ്? ഞാൻ അങ്ങനത്തെ ഒരു ഹോസ്പിറ്റലിലോട്ട് പോയായിരുന്നില്ലേ? പെട്ടെന്ന് പറ. ഓക്കെ, റൈറ്റ് ലെഫ്റ്റ് ചാടി. ചുമ്മാ ചാടി. നമ്മുടെ ആ സ്വിച്ച് പ്രസ് ആണ് ചാടി. സ്പേസ് അടി. സൂപ്പർ കളിയാ. എവിടെ ഓടുന്ന? ആ സ്വിച്ച് പ്രസ് ആയി പോയി. അങ്ങനെ സ്പേസ് അടി. അങ്ങനെ ഓടി. സ്പേസ് അടി, സ്പേസ് അടി. ഇത് എവിടെയാണ്? തലവരാന്തായി. കറക്റ്റ് സെന്ററിൽ വരണേ. ഇത് വട്ടാവും 100% ഉറപ്പാ. അയ്യോ എനിക്ക് ഭ്രാന്താവണ്. ഹോസ്പിറ്റലിൽ പോയാൽ ശരിക്കും പേഷ്യന്റ് ആവേണ്ടി വരും. ഇതിനെല്ലാം ഹോസ്പിറ്റലിൽ പോകണം. മെന്റൽ ഹോസ്പിറ്റലാവും പേഷ്യന്റ് ആവും തോന്നുന്നു. ചാടി ചാടി ഇപ്പഴ ചാടി. ഓടിപ്പോ. ചാടി ചാടി ഇപ്പഴ ചാടി. ചില്ലായടാ. എന്ത് ടൈം കളിയാ അത്.
ഓ പെട്ടെന്ന് സ്പേസ് അടിക്കണേ. റൈറ്റ് സൈഡിലോട്ട് പോ. സൂപ്പർ ഗെയിം കളിയാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാളടുത്ത് വിരോധം ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഈ ഓ മണി കീറിയാനിപ്പോ. അയ്യോ പകുതി പോയി കേട്ടോ, പകുതി പോയി. ഇത് എന്ത് ലെവലടാ ഇത്? ഈസി അളിയാ, ഈസി. ഇത് നമ്മൾ തീർന്നു. ഈസി അളിയാ, ഈസി. പെട്ടെന്ന് എല്ലാം പെട്ടെന്ന് നടക്കണം. ഞാൻ പറഞ്ഞ ജമ്പ് ചെയ്ത എന്റെ അമ്മോ, ഇത് കളിക്കാനാണോ 1590? അതെ ഞാനിപ്പോ ഇതിലാണ് 1590 ഇത് കളിക്കുന്നത്. ഇത് കളിക്കാൻ വേണ്ടിട്ട് ഞാൻ ലോന്റെ പോയി ബിൽഡ് ചെയ്യാൻ പറ്റും. ഇതിപ്പോ എന്തോ എർത്തിക്കാ റൈറ്റ് തന്നെ വരും കേട്ടോ ഈ അടി. ഇനി അതാ സംഭവം. ഇത്രയും കട്ടപ്പെട്ടു. എന്തിനാ റൈറ്റ് ഓടി കളിയാ? എടാ നിങ്ങളല്ലടാ പറഞ്ഞ റൈറ്റിൽ തന്നെ വരുമെന്ന്. ഡെവലപ്പറിന്റെ ഒരു ബുദ്ധി വെച്ച് ഞാൻ വിളിച്ച് അങ്ങനെ വരുമെന്ന്. പക്ഷെ ഡെവലപ്പറിന് ഇത്തിരി ബുദ്ധി കൂടുതല. ഈകളെ സ്പീഡിലോട് സ്പേസ് അടിച്ച് ഓടി. മാക്സിമം സ്പീഡിൽ ഓടുന്നേ. ഇത് കിട്ടും. കിട്ടത്തില്ല. കിട്ടി. ഏറ്റില്ലേ? അത് ഏറ്റില്ല. ഫേക്ക് ആയിരുന്നു അത് കംപ്ലീറ്റ്. തീർന്നു. ഏതാ ആടം കോറി അവനെ വിളി. ഞാൻ പറയട്ടെ, ഭയങ്കര സിമ്പിൾ ഒരു ഗെയിമിൽ നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുകയൊക്കെ ചെയ്തല്ലേ. കൊള്ളാം. ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. അത് എൻഡിൽ പോകാൻ നോക്കി ട്രൈ ചെയ്തു. ഇല്ല പറ്റത്തില്ല. ലൂപ്പ് എന്തോ വാല കളിക്കുന്നോ? ഓ കളിക്കാൻ ഇല്ല ഇതാ ഇത്രേ ഉള്ളൂ. തീർത്ത കളി കംപ്ലീറ്റ് ബ്രോ. നീ കഴിക്കാൻ പോകുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് കഴിച്ചിട്ട് വരാം. അയ്യോ ഗൈസ്, താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാവർക്കും അപ്പൊ നാളെ ജോക്കി നാളെ നമ്മള് RP ജോക്കി വരണം. നാളെ വന്നേ പറ്റുള്ളൂ ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എടാ നല്ല സജഷൻ, നല്ല ഗെയിമാണ്.